അതിന്റെ സെഷൻ എടുക്കാനായിട്ട് ഒരു വലിയ യാത്രക്കിടയിൽ ഇന്ന് പെട്ടെന്ന് വന്നൊരു യാത്രക്കിടയിൽ ആ തടസ്സങ്ങളെല്ലാം നേരിട്ടുകൊണ്ട് ഇതിനു വേണ്ടിയിട്ട് സമയം കൊടുത്തുകൊണ്ട് വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സെഷൻ എടുക്കാൻ തയ്യാറാണ്. എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും ഞാൻ സെഷൻ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മുന്നിലെത്തുന്നത് ഒരു ഹാപ്പിനെസ് കോച്ചാണ്. അദ്ദേഹം ഒരു ഓണ്ടർപ്രണറാണ് അബുദാബിയിൽ, കൂടാതെ നല്ലൊരു എഴുത്തുകാരൻ കൂടാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മേഖല തന്നെ ഹാപ്പിനെസ്, അത് ശരിക്കും ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ ഇന്ന് നേരിട്ട് അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് കേൾക്കാം. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ദിനേശ് സാറിനെ നമ്മുടെ എല്ലാവരുടെയും ഇവിടെ എത്തിയിട്ടുള്ള, ഒരുപാട് തിരക്കുകളും പ്രശ്നങ്ങളും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇവിടെ എത്തിയിട്ടുള്ള നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ദിനേശ് സാർ, ഓവർ ടു യു. താങ്ക് യു. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു എന്താ പറയാ, ജസ്റ്റ് ഒരു തിരുത്തൽ കൂടി വെച്ച് തുടങ്ങുകയാണ്. ആദ്യത്തെ ഒരു സ്വാഗതം പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു തരത്തിലും പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഇല്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ തടസ്സങ്ങളെയും കൃത്യമായി തന്നെ മുന്നോട്ട് കൃത്യമായി തന്നെ നമുക്ക് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ള ഓർമ്മപ്പെടുത്തലോടുകൂടി തുടങ്ങുകയാണ്. താങ്ക് യു ദിനേഷ് ജി. ഓഡിയബിൾ ആണല്ലോ അല്ലേ? കറക്റ്റ്? ഓക്കെ, താങ്ക് യു. കാരണം ടൈമും കൂടി നമുക്ക് നോക്കണം, അതുകൊണ്ടാണ് സ്വാഗതം മോദിയ നമ്മുടെ ദിനേശ് ശങ്കർജി ഇങ്ങനെ ഒരു കാര്യം ഗ്രൂപ്പിൽ പറഞ്ഞപ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ ഞാൻ കമന്റ് ചെയ്തു. കാരണം ഇതൊരു ഇത്രയും ടൈമിനകത്ത് സംസാരിക്കാനുള്ള ഒരു കാര്യം കൂടി എനിക്ക് ചെയ്യണമെന്നത് കൊണ്ടാണ് ഞാനിത് ഏറ്റെടുത്തത് എന്നുള്ള ഒന്നാമതൊരിക്കൽ താങ്ക് യു വെരി മച്ച്. കഴിഞ്ഞ 2-3 സെഷൻസ് ഞാൻ ജസ്റ്റ് കയറിയിരുന്നു, കൂടുതൽ കേട്ടില്ല. പക്ഷെ എല്ലാവർക്കും ആദ്യം തന്നെ ഇതുവരെ പങ്കെടുത്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഇനി വരുന്നവർക്കും എല്ലാവർക്കും ആശംസകൾ നേരുകയാണ്. ഞാൻ കുറച്ച് ഫാസ്റ്റ് പോകാം. പൊതുവേ ഞാൻ അങ്ങനെ ഫാസ്റ്റ് സംസാരിക്കാറില്ല, പക്ഷെ സമയം. ഒന്നാമത്തെ വിഷയം, ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്ന 3 വിഷയങ്ങളും ജീവിതവുമായി വളരെ അടുത്ത് നിൽക്കുന്ന വിഷയങ്ങളായതുകൊണ്ട്, അതിന് ഇത്രയും ഇമ്പോർട്ടൻസ് ജീവിതത്തിൽ ഉള്ളത് കൊണ്ട് നമ്മൾ എല്ലാവരും ഇവിടെ 19 ആൾക്കാർ ഇപ്പൊ പങ്കെടുത്തു കഴിഞ്ഞിരിക്കുന്നു. അവരോട് എല്ലാവരോടും പറയാനുള്ള കാര്യം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം ഞാൻ ഹാപ്പി ലൈഫ് പറയുന്നതിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടും വർക്ക് ലൈഫ് ബാലൻസ് വളരെ ഇതിനേക്കാളും വലിയ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഞാൻ ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങി ഒരു അമ്പലത്തിൽ വന്ന് നിൽക്കുകയാണ്, അമ്പലത്തിൽ ഫാമിലി അകത്ത് നിർത്തിയിട്ട് പുറത്ത് വന്ന് നിൽക്കുകയാണ്. അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ട് എന്നുള്ളത് സൂചിപ്പിച്ചുകൊണ്ട് ഇന്ന് പങ്കെടുക്കുന്ന മറ്റു കൂടെയുള്ള 2 പ്രാസംഗികർക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഞാൻ സബ്ജക്റ്റിലേക്ക് കടക്കാം. നമ്മൾക്ക് എല്ലാവരും മനുഷ്യകുലത്തിന് ഏവർക്കും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ വിഷയമാണ് എന്ത്? ഫാമിലി എന്ന് പറയുന്നത്. ഫാമിലി ഇല്ലാതെ, കുടുംബമില്ലാതെ നമുക്ക് ആർക്കും മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അത് വളരെ ഇമ്പോർട്ടന്റ്. നമ്മൾ സ്വാഗതത്തിൽ തന്നെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ ഒരു വാക്കുണ്ട്, അതായത് വി ഓൾ ആർ ദ ലീവ്സ് ഓഫ് എ വൺ ട്രീ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ വസുദേവ കുടുംബകം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സംസ്കാരത്തിൽ, ഭാരതീയ സംസ്കാരത്തിൽ തന്നെ നമ്മളെല്ലാം ലോകത്തിനെ എല്ലാം ഒരു കുടുംബം പോലെ കാണുമ്പോഴും എല്ലാവരും കുടുംബത്തിലാണ് കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. കുടുംബത്തിന് അത്ര കണ്ട് പ്രാധാന്യം എന്തുകൊണ്ട് കൽപ്പിക്കുന്നു എന്ന് വെച്ചാൽ, ഓരോ മനുഷ്യനെയും ജീവിതത്തിൽ പാകപ്പെടുത്തിയെടുക്കുന്നതിന് അവന്റെ കുടുംബമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ആ കുടുംബത്തിൽ നിന്നാണ് ഓരോ ആളും പാകപ്പെട്ട് വരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ഒരു ഒരാളും ജനിക്കുമ്പോൾ ക്രിമിനലായിട്ടോ, ഒരു എഴുത്തുകാരനായിട്ടോ, ഒരു വാഗ്മിയായിട്ടോ, ഒരു നേതാവായിട്ടോ ഒന്നും ജനിക്കുന്നില്ല. എല്ലാവരും ഒരുപോലെയാണ് ജനിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് അവൻ ഓരോ പടികൾ കയറി ചെല്ലുന്നത് എന്ന് ശ്രദ്ധിച്ചാൽ, അങ്ങനെ ഒരു സംഭവിച്ച ആൾക്കാരെ എടുത്ത് നമ്മൾ അവരെ കുടുംബത്തിലേക്ക് ഒന്ന് നോക്കിയാൽ മതി. അവിടെ ഇതിനുള്ള വിത്തുകൾ പാകി വെച്ചിട്ടുണ്ടാവാം. എവിടെയാണ് നമുക്കൊക്കെ വിഷയങ്ങൾ സംഭവിക്കുന്നത് എന്നൊന്ന് ശ്രദ്ധിച്ചു പോകണം. കാരണം നമുക്ക് എല്ലാവർക്കും, ഇപ്പൊ ഞാൻ ഇത് സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ കൗതുകത്തോടെ ആയിരിക്കും നിങ്ങൾ എല്ലാവരും വന്നിരിക്കുക. കാരണം നമ്മൾ ഈ ഒരു മാറ്ററിന് അത്ര കണ്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് കുഞ്ഞു കുട്ടികളെ, ഇപ്പോഴുള്ള പുതിയ തലമുറയെ വളർത്താൻ സാധിക്കുന്നില്ല. പുതിയ തലമുറ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. അല്ലെങ്കിൽ വീട്ടിൽ തന്നെ എപ്പോഴും ഒരു മാനസികമായ സംതൃപ്തി നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഏറെക്കുറെ ആൾക്കാരുടെ വിഷയമാണ്. ഒന്ന് പിന്തിരിഞ്ഞ് നോക്കുക. ഞാനിപ്പോ ക്വസ്റ്റ്യൻ ആൻസറും കഥകളൊന്നും പറയാൻ ഈ സമയം ഉപയോഗിക്കുന്നില്ല. കാരണം ഈ സബ്ജക്റ്റ് പറഞ്ഞു തീരണ ഒരു ലെവലിൽ നമ്മളൊന്ന് പറഞ്ഞു തീരണമെങ്കിൽ തന്നെ മണിക്കൂറുകൾ സംസാരിക്കേണ്ടി വരും. അത്രയും ബൃഹത്തായ ഒരു സബ്ജക്റ്റ് ആണ് ഹാപ്പി ലൈഫ് എന്ന് പറയുന്നത്. വളരെ ചെറിയ ഒരു സംഭവമാണെങ്കിൽ തന്നെ
കുടുംബത്തിൽ ഹാപ്പി ഫാമിലി എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് മണിക്കൂറുകൾ പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും. പക്ഷെ ഞാൻ ഇന്ന് വളരെ ചുരുങ്ങിയ ഒരു 5 പോയിന്റ് മാത്രം നിങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങൾ വീട്ടിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന, ഞാൻ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു 5 പോയിന്റുകൾ മാത്രം പറഞ്ഞു പോകാം. അപ്പൊ കൂടുതൽ ഈ വിഷയത്തിൽ കൂടുതൽ ആർക്കെങ്കിലും സംസാരിക്കാൻ പറയണമെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും ഒരു സമയം കിട്ടുമ്പോൾ കൂടുതൽ സംസാരിക്കാം. പക്ഷെ ഈ 5 പോയിന്റുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. എല്ലാവർക്കും സാധ്യമാകുന്നതുമാണ്. കാരണം എല്ലാവരും ഭാര്യ ഭർത്താക്കന്മാർ ജോലി ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ ഇപ്പോൾ റിട്ടയർഡ് ആയി വന്നിരിക്കുന്നവരായിരിക്കാം, മക്കളൊക്കെ ജോലി ചെയ്യുന്നവരായിരിക്കാം. ഇവർ എല്ലാ ഫാമിലിയിലും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ വലിയ വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല, ആർക്കും വലിയ ഭാരമൊന്നും ഇല്ലാത്ത ഒരു 5 പോയിന്റുകൾ പറഞ്ഞു പോകാം. പക്ഷെ ഇത് പാലിക്കാൻ ഒരു മാനദണ്ഡം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. എന്തായിരിക്കാം അത്? ആർക്കും ഒന്ന് ടൈപ്പ് ചെയ്യാമല്ലോ. നമ്മൾ ഹാപ്പി ഫാമിലി ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഒരു മാനദണ്ഡം എല്ലാവരും പാലിക്കണം. അത് ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്താൽ പറ്റുന്നവർക്ക് ഒരു എൻഗേജ്മെന്റ് എന്ന ലേബിളിൽ മാത്രം പറയാണ്. ടൈപ്പ് ചെയ്യാൻ പറ്റുന്നവർ ഒന്ന് ടൈപ്പ് ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്യുന്നത് നല്ലതാണ്. ഹാപ്പി ഫാമിലി ഉണ്ടാവണമെങ്കിൽ ഒരു ഓപ്ഷൻ നമ്മൾ നോക്കണം. ദാറ്റ് ഈസ് വൺ തിങ്. അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, കറക്റ്റ്. നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, നോ പ്രോബ്ലം. കണ്ടിന്യൂ. ട്രസ്റ്റ്, യാ ഗ്രേറ്റ്, വൺ തിങ്, ഗുഡ് തിങ്. അപ്പൊ അവിടെ തന്നെയാണ് നമ്മുടെ ഇതെല്ലാം ഇതിന്റെ ഭാഗം തന്നെയാണ്. പക്ഷെ ഒന്ന് നമുക്ക് ഇതിനേക്കാളും വേണ്ടത് അങ്ങനെ ഹാപ്പി ഫാമിലി ആയിരിക്കണം എന്നുള്ള ബോധം ഫസ്റ്റ് ആ ഫാമിലിക്കകത്തുണ്ടാവണം. ഭർത്താവ് വിചാരിച്ചാൽ മാത്രം പോരാ, ഭാര്യ വിചാരിച്ചാൽ മാത്രം പോരാ, മക്കൾ വിചാരിച്ചാൽ മാത്രം പോരാ. എല്ലാവരും നമ്മുടെ കുടുംബം ഹാപ്പി ആയിരിക്കണം എന്നുള്ള ഉത്തമ ബോധം അവരിൽ ഉണ്ടാവണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എങ്കിൽ മാത്രമേ നമുക്ക് സാധ്യമാവുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിനെ സംസാരിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. കാലഘട്ടം ഒരുപാട് മാറി. ഇപ്പൊ നമ്മൾ നൂറ്റാണ്ടുകൾ പഴയ സ്ഥിതിയിൽ നിന്ന് മാറി ഒരുപാട് കുടുംബ ജീവിതത്തിൽ ഒരുപാട് വ്യത്യാസം വന്നു. ഇപ്പോഴെല്ലാം എന്താ പറയുക, ഏക കുടുംബം എന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു. ഒറ്റയ്ക്കുള്ള ജീവിതത്തിലേക്കാണ് കൂടുതലായി വന്നത്. പണ്ട് നമ്മൾ എന്താ പറയാ വലിയ കുടുംബം, ബൃഹത്തായ കുടുംബം എന്നുള്ള അവസ്ഥയിൽ നിന്ന് മാറി, അച്ഛനമ്മ മക്കളിൽ നിന്ന് മാറി ഇപ്പോൾ ഞാൻ, എന്റെ ഭാര്യ, എന്റെ കുട്ടികൾ എന്നുള്ള അണുകുടുംബത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതിന് അപ്പുറത്തേക്ക് വെസ്റ്റേൺ രാജ്യങ്ങളിലേക്ക് ഇപ്പോ എന്താണ് സിംഗിൾ പാരന്റ് സിസ്റ്റം, നമ്മുടെ നാട്ടിലുണ്ട്, എന്നാലും കൂടുതലായിട്ട് സിംഗിൾ പാരന്റ് സിസ്റ്റം എന്ന് വെസ്റ്റേൺ രാജ്യങ്ങളിലൊക്കെ കൂടുതൽ വരും. അതിനപ്പുറത്ത് അതിനേക്കാളും വലിയ വിഷയമാണ് നമ്മുടെ സെയിം സെക്സ് ഫാമിലി എന്ന് പറയുന്ന കോൺസെപ്റ്റും കൂടി. ഇത് വളരെ കോൺട്രവേഴ്സ്യൽ ആയിട്ട് നമുക്ക് ഈ വിഷയത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം. കാരണം നമ്മൾ ഈ ഹോർമോൺസ് കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ, ന്യൂറോൺ സിസ്റ്റംസ് ഒക്കെ സംസാരിക്കുമ്പോൾ ഈ സെയിം സെക്സ് ഫാമിലികളൊക്കെ വരുമ്പോൾ ഒരുപാട് വിഷയങ്ങൾ അതിലേക്കൊന്നും പോകുന്നില്ല ഇപ്പോൾ. പക്ഷെ അത്രയും വ്യത്യസ്തമായ ഒരു മേഖലയാണിത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ പറഞ്ഞത്. കാരണം അത്രയും നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ നമ്മൾ ഒരു കാര്യം പറയും, ഭാര്യയും ഭർത്താവ് എന്നുള്ള പണ്ടത്തെ ആ കോൺസെപ്റ്റിൽ നിന്നും അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ആ കോൺസെപ്റ്റിൽ നിന്നും നമ്മൾ ഒരുപാട് വ്യതിചലിച്ചിരിക്കുന്നു. കാരണം എല്ലാവരും റൈറ്റ്സ്, ദെയർ ഓൺ റൈറ്റ്സ് എന്ന് പറയുന്ന കാലഘട്ടമാണ്. എനിക്ക് എന്റെ റൈറ്റ്സ്, നിങ്ങൾക്ക് നിങ്ങളുടെ റൈറ്റ്സ് എന്ന അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. കാരണം അങ്ങനെയുള്ള കുടുംബത്തിലാണ് കൂടുതൽ ഡൈവേഴ്സും കൂടുതൽ ഇങ്ങനെയുള്ള വിഷയങ്ങളും മക്കൾ ഈ ഡ്രഗ്സ് അഡിക്റ്റ് ഒക്കെ ആയി വരുന്നതും നമുക്ക് സമൂഹത്തിൽ കാണാം. നല്ല യാഥാസ്ഥികമായി അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തിൽ ഒതുങ്ങി ജീവിക്കുന്നവർക്ക് ഇത്തരം പ്രശ്നങ്ങൾ വളരെ കുറവാണ് എന്ന് കാണാനും പറ്റും. അപ്പൊ അതിലേക്ക് ചർച്ചയിലേക്ക് പോകുന്നില്ല. ഞാനതിൽ 1-2 കാര്യങ്ങൾ, 5 പോയിന്റുകൾ മാത്രം ഫാസ്റ്റ് പറഞ്ഞു പോകാം. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി പാലിക്കേണ്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഫാമിലിക്കകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പാലിക്കേണ്ടത് ഷെയറിങ് ആൻഡ് കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്ന കാര്യം. എല്ലാ കാര്യങ്ങളും പരസ്പരം ഷെയർ ചെയ്യാൻ ഇപ്പൊ 2 പേരെ വെച്ച് തുടങ്ങാം. അത് കഴിഞ്ഞിട്ടാണല്ലോ പിന്നെ കുട്ടികൾ ഉണ്ടാവുന്നത്. 2 പേരും പരസ്പരം തയ്യാറാവണം. ഷെയറിങ്ങിന് അത്ര കണ്ട് ഇമ്പോർട്ടന്റ്. എന്താണ് ഷെയറിങ്? മണി ഷെയറിങ് മാത്രമല്ല. കഴിഞ്ഞ പ്രാവശ്യം എന്നോട് വളരെ പ്രശസ്തനായ ഒരു വ്യക്തി നാട്ടിൽ നിന്നും എന്നെ ബന്ധപ്പെട്ടു. ഞാനിങ്ങനെ ഹാപ്പി ലൈഫ്, എന്റെ മേഖല ഇതാണല്ലോ, എങ്ങനെയാണ് സന്തോഷം നിലനിർത്തുക എന്നാണ്. ഞാൻ കണ്ടെത്താൻ നമുക്ക് ഓൾറെഡി ഉണ്ട്, കണ്ടെത്താൻ ആരും പോകണ്ട, നിലനിർത്തുക അല്ലെങ്കിൽ അതിനെ പ്രകടിപ്പിക്കുക എന്നതാണ് നമ്മുടെ മേഖല. അതുകൊണ്ടാണ് ഞാൻ ഹാപ്പി ലൈഫ് കോച്ച് എന്ന് അറിയപ്പെടുന്നത്. ഹാപ്പിനെസ് ആണ് എന്റെ മേഖല. പുള്ളി നല്ല എന്താ പറയാ, ഒരു നല്ല
പൊസിഷനിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. അവരുടെ മിസ്സസും നല്ല പൊസിഷൻ, ഒരു അഡ്മിനിസ്റ്റർ എന്ന നിലയിൽ അത്രയും ഹൈ പ്രൊഫൈൽ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. ഒറ്റ ചോദ്യമാണ് ആ പുള്ളി എന്നോട് ചോദിച്ചത്, സാറേ ഞാൻ ഉണ്ടാക്കുന്ന കാശ് എനിക്കല്ലേ അവകാശം, അത് ഞാൻ എന്റെ ഭാര്യയോട് പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാനൊന്നും പറഞ്ഞില്ല, ഷെയറിങ്ങിനെ പറ്റി മറുപടി പറഞ്ഞില്ല. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഇവരോട് ഈ മാഡത്തോട് സംസാരിച്ചപ്പോൾ മാഡം പറഞ്ഞു, ഞാൻ ഉണ്ടാക്കുന്ന കാശ് എങ്ങനെ വിനിയോഗിക്കണം എന്ന് എനിക്ക് തീരുമാനിച്ചുകൂടെ, എന്തിനാണ് പുള്ളിയുടെ അഭിപ്രായം ഞാൻ ആരായുന്നതെന്നുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് വർഷമേ ഉള്ളൂ, ഒരു 32 വർഷമേ അവരായിട്ടുള്ളൂ. അത്രയും കഴിഞ്ഞിട്ടാണ് ഇവർ ഈ കോൺസെപ്റ്റ് പറയുന്നെങ്കിൽ ആ ഫാമിലിയുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഞാനൊന്ന് ആലോചിച്ചു പോയി. ഞാനൊന്ന് മറുപടി നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കാം എന്താണ് അവസ്ഥ എന്ന്. അപ്പോൾ ഇത്രയും ഷെയറിങ്ങിൽ ഇത്ര കണ്ട് കണിശക്കാരായ ഫാമിലിയുടെ അതിൽ വളർന്നു വരുന്ന കുട്ടികൾ ഏത് രീതിയിലായിരിക്കുമെന്ന് ചിന്തിച്ചു നോക്കുക. എന്ന് വെച്ചാൽ ഇത് വേണ്ട എന്നല്ല, എല്ലാത്തിനും അതിൻ്റെതായ ഷെയറിങ് നമ്മൾ ഉണ്ടായിരിക്കണം എന്നല്ല. പിന്നെ ഒന്ന് കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞ ഷെയറിങ് കമ്മിറ്റ്മെന്റും പറഞ്ഞ അതിന്റെ ഇതായിട്ട് ഞാൻ പറഞ്ഞു പറയാം. നമ്മൾ നേരത്തെ നമ്മൾ പറയുമ്പോൾ തന്നെ പറഞ്ഞു, ആദ്യം തന്നെ ഇവിടെ പലരും പറഞ്ഞു, ട്രസ്റ്റ് ഈച്ച് അതർ എന്ന് പറയുന്നത്. പരസ്പര വിശ്വാസമില്ലാതെ നമ്മൾ എങ്ങനെയാണ് ഒരു കിടക്കയിൽ മുന്നോട്ട് കൊണ്ടുപോകും? പരസ്പര വിശ്വാസമില്ലാതെ അച്ഛനും അമ്മയുമുള്ള വീട്ടിൽ എങ്ങനെയാണ് നല്ല വിശ്വാസത്തോടുകൂടിയുള്ള മക്കൾ ജീവിക്കുക? അല്ലെങ്കിൽ ആ വീട്ടിലേക്ക് അവരുമായി ബന്ധപ്പെട്ട് വരുന്ന ആൾക്കാർക്ക് ഇവരുമായിട്ടുള്ള ട്രസ്റ്റ് എത്രത്തോളം ഉണ്ടായിരിക്കുമെന്ന് ആലോചിച്ചു. പരസ്പരം ട്രസ്റ്റ് നമ്മൾ പ്രകടിപ്പിക്കാത്തിടത്തോളം കാലം നമ്മളത് ചെയ്യില്ല എന്ന് മാത്രമല്ല, നമ്മൾ കാണുന്നവർക്ക് പോലും നമ്മളോടത് ചെയ്യാൻ തോന്നില്ല എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പൊ ട്രസ്റ്റിന് അത്ര കണ്ട് നമുക്ക് അത്ര കണ്ട് ഇമ്പോർട്ടൻറ്റ്, ട്രസ്റ്റ് ഈച്ച് അതർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഇത് ഉണ്ടാവണം, ഹാപ്പി ഫാമിലി ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഷെയർ ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടന്റ് കാര്യമുണ്ട്, സ്പെൻഡ് ടൈം ടുഗദർ എന്ന് പറയുന്നത്. ഒന്നിച്ചുള്ള സമയം ഒരു വീട്ടിൽ അച്ഛൻ അമ്മ 4 പേരെ മാത്രം എടുക്കാം. അച്ഛൻ അമ്മ 2 കുട്ടികളുള്ള പൊതുവെ കോമൺ ആയിട്ട് ഏറ്റവും കൂടുതൽ ഫാമിലി ഇന്ന് അതാണ് കാണുന്നത്. നിങ്ങൾ എപ്പോഴാണ് 4 പേരും ഒന്നിച്ചിരുന്ന് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, പരസ്പരം സംസാരിക്കുന്നത്, പരസ്പരം ഹൃദയങ്ങൾ കൈമാറുന്നത്? ആ ഭാര്യയും ഭർത്താവും ചിലപ്പോൾ ബെഡ്റൂമിൽ കുറച്ചു നേരം ഉണ്ടായെന്ന് വരും. മക്കളെ അച്ഛന്റെ കൂടെ അമ്മയുടെ കൂടെ മണിക്കൂർ ഉണ്ടായത്. അച്ഛൻ അമ്മ മക്കൾ എപ്പോഴാണ് നിങ്ങൾ ഒന്നിച്ചിരിക്കുന്നത്? ഞാൻ എല്ലാവരും പറയുന്ന കാര്യം, ഞാൻ സ്ഥിരമായി പ്രാക്ടീസ് ചെയ്യുന്ന കാര്യമാണ്. നമ്മൾ 3 നേരം ഭക്ഷണം കഴിക്കും അല്ലെ? എല്ലാവരും സ്ഥിരമായി 3 നേരം കഴിക്കും. എനിക്കൊരു സിസ്റ്റം ഉണ്ട് വീട്ടിൽ. 3 നേരം ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ 3 നേരം ഒന്നിച്ചായിരിക്കണം ആൾക്കാർ. അതിൽ യാതൊരു കോംപ്രമൈസും ഉണ്ടാവും. ഒരു ടേബിൾ 4 ചെയർ മാത്രമേ ഞങ്ങൾ വീട്ടിലുള്ളൂ. ആ 4 പേരിരിക്കും. എല്ലാ ഭക്ഷണവും എല്ലാവരും എടുത്തുകൊണ്ടിരും. കിച്ചണിൽ എല്ലാവരും കയറും, എല്ലാം ഒന്നിച്ച് കൊണ്ടു നിർത്തി ഒന്നിച്ച് കഴിക്കും. മറ്റൊരു ഓപ്ഷൻ നമുക്ക് വീട്ടിലില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ്. അരമണിക്കൂറാണ് കഴിക്കുന്ന, അരമണിക്കൂർ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തുകൊണ്ട് സംസാരിച്ച് കഴിച്ചു പോകും. അതുപോലെ നമ്മൾ ഷെയർ ടൈം ടുഗദർ എന്ന് പറയുന്ന കാര്യമാണ്. പിന്നെ അതുകൂടാതെ ഉണ്ട്, ചെറിയ കുട്ടികളാണ്, വലിയ കുട്ടികളാണെങ്കിലും ചെറിയ കുട്ടികളാണെങ്കിലും ഒരേപോലെ പറയാം, പ്ലേ ടുഗദർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് ചില വീട്ടിലൊക്കെ കാണാം, വലുതായ ആൾക്കാർ കാർഡ്സ് കളിക്കും, അല്ലെങ്കിൽ ഇപ്പൊ ഗെയിംസ്, മറ്റേ ക്യാരംസ് കളിക്കും. വീട്ടിൽ ഒരു സമയം ഇതിനു വേണ്ടി കണ്ടെത്തണം. എന്തിനാണ്? നമ്മൾ ഈ മൊബൈൽ ഫോണിൽ നിന്ന് മാറി നിൽക്കാൻ. ഈ കഴിഞ്ഞ വർഷം അതിന് മുമ്പത്തെ വർഷമൊക്കെ എന്റെ മക്കൾ എന്നെ വിളിക്കുന്നൊരു പേരുണ്ടായിരുന്നു. ഞാനിങ്ങനെ സൂം ക്ലാസ്സുകൾ എടുക്കുകയും സൂം ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മക്കൾ എന്നെ വിളിക്കുന്നൊരു പേര്, ഞാൻ അത്ര സമയമാണ് ഇവിടെ അവരില്ലാതെ ഇരിക്കുക, സൂം രാജ എന്നുള്ള പേര്. പിന്നെ ഞാനത് പതുക്കെ കുറച്ചു വന്നു. കാരണം അവരുടെ വലിയ വിലപ്പെട്ട സമയമാണ് ഞാൻ ഇവിടെ ഒന്ന് ചെലവാക്കുന്നതെന്ന് മനസ്സിലായി. പിന്നെ അവർ പഠിക്കാൻ പോയപ്പോൾ വലിയ വിഷയമില്ല, നമുക്ക് കൂടുതൽ സമയം കിട്ടി. അപ്പോൾ നമ്മൾ ഒന്നിച്ച് കളിക്കാൻ നടക്കും. ഏത് കളിയും നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ആൾക്കാരുണ്ടാവും, അയ്യോ ഞാൻ വയസ്സായി, എനിക്ക് ആ കളി പറ്റില്ല, കുട്ടികളോട് കളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മസിൽ പിടിച്ച് നിൽക്കുന്ന അച്ഛനമ്മമാരോട് പറയാം, നിങ്ങളൊക്കെ വലിയ പൊസിഷനിലായിരിക്കാം, നമ്മൾ വലിയ ബിസിനസ്സുകാരനായിരിക്കാം, മൾട്ടി മില്യൺ ഉണ്ടാവാം, അല്ലെങ്കിൽ ഇതൊക്കെ സ്വാഭാവികമായി ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് നേടിയതും ആവാം. പക്ഷേ ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ഓർക്കുക. അതില്ലെങ്കിൽ നമ്മൾ ഇതൊന്നും ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. നമ്മൾ ഉണ്ടാക്കിയ കോടിക്കണക്കിന് രൂപ നമ്മളെ മക്കൾക്ക് 1 മണിക്കൂർ മതി ഇല്ലാതാക്കാൻ, അവരുമായി നല്ല ടൈമിൽ. അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയതിനെ വളർത്തിക്കൊണ്ടുപോകണമെങ്കിൽ, അവർക്ക് വളർത്തണമെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയതിന്റെ എല്ലാ എസൻസും അവരറിയണം. 2 minutes, ഓക്കെ, താങ്ക് യു. അപ്പൊ ഞാൻ
ജസ്റ്റ് പറഞ്ഞു പോവാം. പിന്നെ രണ്ടാമത്തെ ഒരു പോയിന്റ് മാത്രം പറഞ്ഞ് നിർത്താം, ബാക്കിയുള്ള പോയിന്റ്സുകൾ മറ്റൊരു സമയത്ത് പറയാം. ടുഗദർനെസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എപ്പോഴും നമ്മൾ കോമൺ ആയിട്ടുള്ള സെൻസുകൾ പരസ്പരം ഷെയർ ചെയ്യണം. ഒരു ഫാമിലിയെ വളർത്തിക്കൊണ്ടു പോകുന്നത് എങ്ങനെയാണ്? കാരണം ചെറിയ കാര്യങ്ങൾ പരസ്പരം ആർഗ്യൂ ചെയ്യാതെ അതിനകത്തുള്ള കോമൺ സെൻസുകൾ നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കാം. അത് കുട്ടികളെ പഠിപ്പിക്കും വേണം, നമ്മൾ ചെയ്യും വേണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കണം. അടുത്ത കാര്യം കൂടി പറഞ്ഞു പോകാം. നമ്മൾ വീട്ടിനെ, അതായത് ഹോം എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് ഹോം എന്ന് പറയുന്നത്? നമ്മൾ എല്ലാവരും താമസിക്കുന്ന ഹൗസിലല്ല, ഹോമിലാണ് എന്ന രീതിയിൽ നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും ഒരു എന്താ പറയുക, ഹോപ്പ്ഫുൾ ആയിരിക്കണം. എവറിത്തിങ് ഇസ് ഹോപ്പ്ഫുൾ, എവറിത്തിങ് എന്താ പറയുക, ഒരു ഓർഡർ ആയിരിക്കണം. എവറിത്തിങ് മൈൻഡ്ഫുൾനെസ് ആയിരിക്കണം. വീടിനകത്ത് കയറുമ്പോൾ നമുക്ക് അവിടെ ഇരിക്കാനും മൈൻഡ്ഫുൾനെസ് ആയി നിൽക്കാനും പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയി വീട്ടിലെ മാറ്റണം. ഓഫീസിലെ എല്ലാ പ്രാരാബ്ദങ്ങളും കൊണ്ടുവന്ന് ഇറക്കാൻ പറ്റിയ സ്ഥലമല്ല വീട്, അത് വീട്ടിന് പുറത്താണ്. വീട്ടിൽ കയറുമ്പോൾ അതെല്ലാം നമ്മൾ നിർത്തിവെച്ച് അവിടേക്ക് പോകണം. പിന്നെ പരസ്പരമുള്ള സപ്പോർട്ട് മറക്കാതിരിക്കണം. പരസ്പരം താങ്ങും തണലുമായി നിൽക്കാൻ മറക്കരുത്. ഒരാൾ വീഴുന്നു, ഒരാൾക്ക് ഭാര്യയ്ക്ക് പനിയാണെങ്കിൽ, സുഖമില്ലെങ്കിൽ കിച്ചണിൽ കയറാൻ തയ്യാറാവുന്ന ഭർത്താവായിരിക്കണം സപ്പോർട്ട് എന്ന് പറയുന്നത് ഒന്നാമത്തെ. രണ്ടാമത്തെ കാര്യം, അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഭർത്താവിന് വണ്ടി ഓടിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഭാര്യ വണ്ടി ഓടിക്കേണ്ട തയ്യാറാവണം. കാരണം അത്രയും ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങളൊരു പുസ്തകം വായിക്കുകയാണെങ്കിൽ നിങ്ങൾ വായിച്ചു മനസ്സിലാക്കുന്ന മാത്രമല്ല, കുടുംബത്തിലെ എല്ലാവർക്കും ആ കോൺസെപ്റ്റ് അങ്ങ് ഷെയർ ചെയ്ത് കൊടുക്കണം. ലേൺ ടുഗദർ എന്ന് പറയും. വളരെ സിമ്പിൾ ആയി നടക്കുന്ന കാര്യമാണ്. ഒരു പുസ്തകം വായിച്ചാൽ, നമ്മളിപ്പോ എന്തിനാണ് ബുക്സ് വായിക്കുന്നത്? ടു ഗെറ്റ് ന്യൂ നോളജ് അല്ലെ? നമ്മൾ ആ പുസ്തകം ഒരു 200-300 പേജസ് ഉള്ള പുസ്തകം മുഴുവൻ വായിച്ചിട്ട് നമ്മൾ മാത്രം നോളജ് അക്വയർ ചെയ്ത് വെച്ചാൽ മതിയോ? സോ വാട്ട് ഈസ് യൂസ് ഓഫ് ഇറ്റ്? ആ യൂസ് വരുന്നത് നമ്മൾ കിട്ടിയ എസെൻഷ്യനെ, ദിനേശ് ശങ്കർ എഴുതിയ ഒരു പുസ്തകത്തിൽ ദിനേശ് മുഖത്ത് വായിക്കുമ്പോൾ എനിക്ക് എന്റേതായ ഒരു കോൺസെപ്റ്റ് ബിൽഡ് ചെയ്യും, ഐഡിയാസ് വരും. ആ ഐഡിയാസിനെ ഞാൻ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോഴാണ് ആ ദിനേശ് ശങ്കർ എഴുതിയ പുസ്തകത്തിന് കൃത്യമായ വാല്യൂ ഉണ്ടാവും. ആ വാല്യൂ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം, നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കണം. അത്രയും കൃത്യമായി ലേൺ ടുഗദർ എന്ന് പറയുന്ന കാര്യം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരാളോട് പറയുണ്ടായി, ഭാര്യ വണ്ടി ഓടിക്കാറില്ല, ഞാൻ മാത്രമേ വണ്ടി ഓടിക്കാറ്. ഞാൻ പറഞ്ഞു, എന്തുകൊണ്ട് അവരെ പഠിപ്പിച്ചു വിടുക? അല്ല, അവർക്ക് അതിന് സമയമില്ല. നമ്മൾക്ക് വീട്ടിൽ സ്നേഹിക്കാൻ, ഭാര്യയെ സ്നേഹിക്കാനുള്ള സമയം വണ്ടി ഓടിക്കാനായിട്ട് മാറ്റിവെക്കാം. രണ്ടുപേരും ഒന്നിച്ചിരിക്കുക, എവിടെയെങ്കിലൊക്കെ വിജനമായ സ്ഥലത്ത് പോവുക, നമുക്ക് കൃത്യമായി ഇത് ചെയ്യാവുന്നതാണ്. ഇപ്പൊ ടൈം കഴിഞ്ഞു എന്നുള്ള ലാസ്റ്റ് വാണിംഗ് കൂടി വന്നിട്ട് ഇനി 60 മിനിറ്റ്സ് ഉണ്ട്, ഇല്ലല്ലോ? ഓക്കെ, ഫൈൻ. ഞാൻ ഇപ്പൊ എൻഡ് അപ്പ് ചെയ്യാണ്, കാരണം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു സബ്ജക്ട് ആയതുകൊണ്ട് ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ബാക്കി എല്ലാം നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു, കേൾവിക്കാർക്ക് വിട്ടു തന്നിരിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഫോർ വണ്ടർഫുൾ ഈവനിങ്. എൻജോയ് എവരിവൺ. താങ്ക് യു. താങ്ക് യു സർ, താങ്ക് യു. സാറിന്റെ ഹാപ്പിനെസ് കോച്ച് എന്ന ആ ഒരു പദവി തന്നെ, അല്ലെങ്കിൽ ആ ഒരു പേര് തന്നെ, അത് എത്രത്തോളം ബോധ്യപ്പെടുത്തുന്ന ഒരു സെഷനായിരുന്നു എന്ന് തീർച്ചയായി. കാരണം ഇങ്ങനെയുള്ള ആ ഒരു പ്രശ്നത്തിൽ പെട്ട് ഇരിക്കുന്ന സമയത്ത് പോലും ആ കമ്മിറ്റ്മെന്റ് ഏറ്റെടുത്തുകൊണ്ട് വന്നുകൊണ്ട് ചെറിയ സമയത്തിൽ തന്നെ വളരെ വിലയേറിയ, വളരെ ശ്രേഷ്ഠമായ കുറച്ച് ചിന്തകൾ പകർന്നു നൽകാൻ സാറിന് കഴിഞ്ഞു. താങ്ക് യു സാർ, താങ്ക് യു, താങ്ക് യു വെരി മച്ച്. അപ്പൊ ഇനി അബുദാബിയിൽ നിന്നായിരുന്നു ആദ്യത്തെ സെഷൻ. ഇനി വരുന്നത് നമ്മളുടെ FSCTയിൽ 34 കൊല്ലം ജോലി ചെയ്ത, ആ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ ഇങ്ങനെയുള്ള ട്രെയിനിങ്ങും ക്ലാസ്സുകളൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ എന്തോ അതിനുള്ള അവസരങ്ങളൊന്നും കിട്ടിയില്ല, അതിനുള്ള ധൈര്യം അദ്ദേഹത്തിന് ഉള്ളിൽ നിന്ന് വന്നില്ല. പക്ഷെ റിട്ടയർഡ് ആയപ്പോഴാണ് അദ്ദേഹത്തിന്റെ സർവ്വ എനർജിയും പുറത്തെടുത്തുകൊണ്ട് ഒരുപാട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തു. ഒരു മികച്ച ട്രെയിനറായി TCI, U3A ഇങ്ങനെയുള്ള പ്രോഗ്രാംസിലൂടെ ഒക്കെ മറ്റുള്ളവർക്ക് എനർജി പകർന്നുകൊണ്ടിരിക്കുന്ന ഒരു മഹത് വ്യക്തിത്വമാണ് നമ്മുടെ അടുത്ത ട്രെയിനർ. അത് വേറെ ആരുമല്ല, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ശ്രീനാഥൻ സാറാണ്. ലവ് ആൻഡ് ലൈറ്റ് പ്ലാറ്റ്ഫോമിലുള്ള ഒട്ടുമിക്ക ആളുകൾക്കും ശ്രീനാഥൻ സാറെ അറിയാം. കാരണം ന്യൂ ഇയറിന് ഞങ്ങളൊരു ചെറിയ ചലഞ്ച് കൊടുത്തിരുന്നു. നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിൽ ഇഷ്ടപ്പെട്ട കുറച്ച് പേർക്ക് ചെറിയ കാർഡ്സോ ഗ്രീറ്റിംഗ്സോ ലെറ്റേഴ്സൊക്കെ അല്ലെങ്കിൽ ചെറിയ പുസ്തകങ്ങളൊക്കെ അയച്ചു കൊടുക്കാം. ഈ ഗ്രൂപ്പിലുള്ള ഒരുപാട് പേർക്ക് പുസ്തകങ്ങൾ അയച്ചു കൊടുത്തുകൊണ്ട് ശ്രീനാഥൻ സാറ് ഞെട്ടിച്ചു. അതുപോലെ കാർഡ്സ് എല്ലാവർക്കും എത്തിച്ചു കൊടുത്ത് ഒരു നിസാമയം കോഴിക്കോട് നിന്നുള്ള ഇവർ രണ്ടുപേരും എല്ലാവരെയും ഞെട്ടിച്ച രണ്ട് വ്യക്തിത്വങ്ങളാണ്. അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ സന്തോഷത്തോടെ നമ്മുടെ അടുത്ത ട്രെയിനർ ശ്രീനാഥൻ സാറെ
ലെവൻ ലൈറ്റിന്റെ ഈ സെൽഫ് ഹെൽപ്പ് സീരീസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീനാഥ് സാർ, ഓവർ ടു യു. സാർ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് മൈക്ക് ചെക്ക് ചെയ്തോളൂ. കേൾക്കാമല്ലോ അല്ലേ സാറേ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് സാർ. ആൾ ദി ബെസ്റ്റ്. ഓക്കെ. ഒരു സ്ലൈഡ് ഉണ്ടായിരുന്നു, കാണാമോ? സ്ലൈഡ് കാണാമോ സാറേ? വന്നിട്ടില്ല സാർ, ഒന്ന് ഷെയർ ചെയ്തോളൂ. കാണുന്നില്ല? ഒരു സെക്കൻഡ് സാർ. സാർ ചെക്ക് ചെയ്തോളൂ, ഒന്നുകൂടി ചെയ്തേക്കൂ. അതെയോ? എനിക്ക് അല്ല, സാറിന്റെ പ്രശ്നമായിരുന്നില്ല, എന്റെ നെറ്റ് ഔട്ട് ആയപ്പോ സാറ് കോസ്റ്റ് പോയിരുന്നു, ഞാൻ കോസ്റ്റ് ആക്കി. ഓക്കെ. ഇപ്പൊ വീണ്ടും കോസ്റ്റ് ആണ്. സാറിന്റെ മീറ്റിംഗ് ഐ ഡി ഒക്കെ ഒന്നുകൂടി അടിക്കേണ്ടി വരുന്നു എനിക്ക് തോന്നുന്നു. ഇല്ല, ഒന്ന് ഷെയർ ചെയ്തോക്കൂ, ഇനി ഒന്ന് ഷെയർ ചെയ്തോക്കൂ. അല്ല, ഞാൻ എന്റെ ഇതിന് പുറത്തേക്ക് പോയല്ലോ സാറേ, കാണുന്നില്ലല്ലോ. ഒരു സെക്കൻഡ്. അതൊക്കെ സമയം എടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല. നമ്മള് 10 മിനിറ്റ് നേരത്തെ ഞാൻ തുടങ്ങിയിട്ടില്ല, അപ്പൊ കുഴപ്പമില്ല. ഇവിടെയാണല്ലോ അല്ലേ? കാണാലോ അല്ലേ? ഒന്ന് ഷെയർ ചെയ്തോക്കൂ. ഓക്കെ. കാണുന്നില്ല സാർ? വന്നിട്ടില്ല സാർ. ഓക്കെ. ഷെയർ സ്ക്രീൻ അടിച്ചിരുന്നോ സാറേ? ഓക്കെ, ഇപ്പൊ വരുമായിരിക്കും സാർ. ഷെയർ സ്ക്രീൻ അടിച്ചിട്ട് അവിടെ ക്ലിക്ക് ചെയ്തു സാർ. വന്നുകൊണ്ടിരിക്കുന്നു സാർ. വന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? സ്ലൈഡ് ഷോ വന്നിട്ടില്ല, കുഴപ്പമില്ല സാർ. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്ലൈഡ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. സ്ലൈഡ് ഒന്നും അധികമില്ല സാർ, ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഓക്കെ, നോ പ്രോബ്ലം സാർ. ആൾ ദി ബെസ്റ്റ്. ഓക്കെ. അപ്പൊ എനിക്ക് ഓക്കെ, താങ്ക് യു സാർ. അപ്പൊ എല്ലാവർക്കും എന്റെ നമസ്കാരം. നമുക്ക് തുടങ്ങാം. നമ്മൾ സാധാരണ ഈ കടയിലൊക്കെ പണ്ട് കാലത്ത് ത്രാസ് കണ്ടിരുന്നു. 2 തട്ടിൽ, ഒരു തട്ടിൽ കട്ടി, നമുക്ക് ആവശ്യമുള്ള സാധനം മറ്റേ തട്ടിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എന്താണ് 2 തട്ടിലും നമ്മൾ അറിയണം, ബാലൻസ് ചെയ്യണമെങ്കിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ വർക്ക് ലൈഫ് ബാലൻസിങ്ങിൽ എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് ഇൻവോൾവ് എന്നുള്ളത് നമുക്ക് ആദ്യമായിട്ടൊന്ന് നോക്കാം. അത് നമുക്ക് ഫാമിലിയെ തന്നെ എടുക്കാം. നമ്മുടെ ദിനേഷ് സാറ് വളരെ വിശദമായിട്ട് ഹാപ്പി ഫാമിലിയെ പറ്റി പറഞ്ഞു. ഏതാനും ഭാഗങ്ങളൊക്കെ അതിൽ ഉണ്ട്. നമുക്കറിയാം, വളരെ നാളുകളായിട്ട് നിലനിൽക്കുന്ന ഒരു സ്ഥാപനമാണ് കുടുംബം. പല പല പ്രതിസന്ധികൾ നേരിട്ടാലും എങ്കിലും ഇപ്പോഴും കുടുംബം നിലനിൽക്കുന്നു. എനിക്കൊരു ചെറിയ ചോദ്യം ചോദിക്കാനുള്ളത്, കുടുംബം നമുക്ക് നൽകുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നുള്ളത് ആരെങ്കിലും പറയാമോ? നമുക്ക് നൽകുന്ന പ്രധാനപ്പെട്ട കാര്യം? സെക്യൂരിറ്റി, കറക്റ്റ്. അതെ, സുരക്ഷിതത നമുക്ക് തരുന്നു. നന്ദി സാർ. ഇനി വേറെ ആരെങ്കിലും? സപ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ അതേപോലെ തന്നെ നമുക്കൊരു ആശ്രയത്വം, നമുക്കൊരു ഒരു ആശ്രയം ഉള്ള സ്ഥലമാണ്, സപ്പോർട്ട് ഉള്ള സ്ഥലമാണ്. അപ്പോൾ കുടുംബം നമ്മളിൽ നിന്ന് പലതും ആവശ്യപ്പെടുന്നുണ്ട്. അതെന്തായിരിക്കും? ഒരിക്കൽ കൂടി ഒന്ന് പറയാമോ? നമ്മളിൽ നിന്ന് പലതും ആവശ്യപ്പെടുന്നുണ്ടാവും. എങ്ങനെ? കെയറിങ്. ഓക്കെ, കെയറിങ്. പിന്നെ എന്തെങ്കിലും? നമ്മുടെ സമയം, പിന്നെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, പല കാര്യങ്ങളും നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നുണ്ട് അല്ലേ? ഓക്കെ, താങ്ക് യു. അപ്പം പല എക്സ്പെക്ടേഷൻസും കുടുംബത്തിന് നമ്മളിലുണ്ട്. അപ്പോൾ ഈ എക്സ്പെക്ടേഷൻസ് റിയാലിറ്റിയിൽ എന്താണ് സംഭവിക്കുക? അവിടെ ഒരു ഗ്യാപ്പ് വരുമ്പോഴാണ് നമുക്ക് ബാലൻസിങ് അൺബാലൻസിങ് ഒക്കെ ഉണ്ടാകുന്നത്. സാധാരണ നമ്മൾ അവർ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു അസ്വാസ്ഥ്യം ഉണ്ടാകും. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ പ്രതീക്ഷകൾ നമുക്ക് അറിയാൻ പറ്റും? ഇവിടെ ദിനേഷ് സാർ അത് സൂചിപ്പിച്ചു. എങ്ങനെയൊക്കെയാണ് ആശയവിനിമയം ഉണ്ടാവണം, അവരുമായിട്ട് ഇടപഴകണം എന്നുള്ള കാര്യങ്ങളൊക്കെ ദിനേഷ് സാർ ഇവിടെ പറഞ്ഞു. അപ്പോൾ ഈ എക്സ്പെക്ടേഷൻസ് അറിയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കമ്മ്യൂണിക്കേഷൻ മെച്ചപ്പെടുത്തണം, നമ്മൾ അറിയണം.
അത് വെർബൽ ആകാം, നോൺ വെർബൽ ആകാം. കാരണം എല്ലാ കാര്യങ്ങളും പറഞ്ഞു വരുന്നോളന്നില്ല. അപ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ ഓർക്കുക, എവിടെയൊക്കെ നമ്മളുടെ എക്സ്പെക്റ്റേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ അവിടെയെല്ലാം അപ്രീസിയേഷൻ ആവശ്യമാണ്. നമ്മളുടെ പ്രതീക്ഷകൾ സാക്ഷാത്കരിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അതിനെ അഭിനന്ദിക്കണം. ഒരു സമ്മാനം കിട്ടിക്കഴിയുമ്പോൾ അത് നമ്മൾ തീർച്ചയായിട്ടും അഭിനന്ദന മനോഭാവം നമ്മൾ കാണിക്കണം, അഭിനന്ദിക്കണം. അപ്പോൾ കുടുംബത്തെ പറ്റിയുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഇനി അടുത്തൊരു ഫാക്ടർ വർക്കാണ്. ഈ ജോലി, എൻ്റെ ജോലി എന്താണെന്ന് അറിയുക എന്നുള്ളതാണ് ആദ്യമായിട്ടുള്ളത്. അപ്പോൾ കൃത്യമായി നമ്മളുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസിനെ പറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പ്രഷർ കുറയും. ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് എൻ്റെ ജോലി എന്നുള്ളത് തിരിച്ചറിയുക എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാം, നമുക്കൊന്ന് എഴുതി നോക്കുക ഇതൊക്കെയാണ് എൻ്റെ ജോലികൾ. അപ്പോൾ എനിക്കൊരു രസകരമായ കാര്യം, ഒരു ഓഫീസിൽ 10-15 വർഷമൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പം സുപ്പീരിയർ പറഞ്ഞ ഏതോ ഒരു കാര്യം ഇഷ്ടപ്പെടാതെ വന്നപ്പോൾ, സാറേ എൻ്റെ ജോലി എന്തൊക്കെയാണ് എന്ന്, എൻ്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ, ആ മേലധികാരി പറഞ്ഞത്, നീ ഇത്ര നാളും ചെയ്തുകൊണ്ടിരുന്നതൊക്കെ തന്നെയാണ് നിൻ്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്നാണ്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ജോലികളൊന്ന് അറിഞ്ഞിരിക്കുക ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ടു ഡു ലിസ്റ്റ്, ഒരു ഓപ്പറേറ്ററെ സംബന്ധിച്ചാണെങ്കിൽ വളരെ കൃത്യമായ ജോലിയായിരിക്കും. രാവിലെ ചെല്ലുന്നു, മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്നു, അതിന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അയാൾക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് പോകും. പക്ഷേ വിവിധങ്ങളായ ജോലികൾ ചെയ്യുന്നവരെ സംബന്ധിച്ച് ഒരു ബുദ്ധിമുട്ടുണ്ടാകാം, പ്രയോറിറ്റൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഒരു ടു ഡു ലിസ്റ്റ് വളരെ സഹായകരമായിരിക്കും. അപ്പോൾ അതിൻ്റെ മുൻഗണനാക്രമം പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു സംഗതി. ഇവിടെ നമുക്ക് സ്റ്റീഫൻ കോവിയുടെ ടൈം മാനേജ്മെന്റ് മെട്രിക്സ് സഹായത്തിനെത്തുന്നുണ്ട്. അതായത് അർജന്റും ഇമ്പോർട്ടൻറ്റുമായിട്ടുള്ള കാര്യങ്ങൾ ആദ്യം ചെയ്യുക. പിന്നെ രണ്ടാമത്തെ പരിഗണന വരുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് അർജൻറ്റ്, അങ്ങനെയുള്ളത്. അതേപോലെ നോട്ട് ഇമ്പോർട്ടൻറ്റ് ബട്ട് അർജൻറ്റ്, അങ്ങനെയുള്ള ജോലികളുണ്ട്. അതുപോലെ നോട്ട് അർജൻറ്റ്, നോട്ട് ഇമ്പോർട്ടൻറ്റ്, ഇത്തരത്തിൽ 4 കാറ്റഗറൈസേഷൻ ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമുണ്ടാവും. പിന്നീട് ചെയ്യാനുള്ളത്, നിങ്ങളൊരു മേലധികാരിയാണെങ്കിൽ തീർച്ചയായിട്ടും ഡെലിഗേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. തന്നെ ഞാൻ ചെയ്താലേ ശരിയാവുകയുള്ളൂ എന്നുള്ള മനോഭാവം ഒഴിവാക്കുക. നിങ്ങളൊരു സബോർഡിനേറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജോലികൾ കൃത്യമായിട്ട് ചെയ്യുക. അതിനുശേഷം എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ജോലി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് അത് മേലിലേക്ക് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് നിങ്ങൾ അറിയിക്കുക, നിങ്ങളുടെ മേലധികാരി അറിയിക്കുക, ഇത് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ പ്രശ്നം ഉണ്ടാകത്തില്ല. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് ഒഴിവാണ്. ഇതെനിക്ക് ചെയ്തിട്ട്, അങ്ങനെ എത്രയും വേഗം നിങ്ങൾ മേലിലേക്ക് അറിയിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു കാര്യം. അപ്പോൾ ജോലിയുടെ കാര്യത്തിൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും കുറച്ച് നാളെ കുറച്ചും കൂടെ ഭംഗിയായിട്ട് ചെയ്യാം എന്ന് വെച്ച് മാറ്റി വയ്ക്കും. അതൊക്കെ ഞാനും ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അത് ചെയ്യലുണ്ടാവില്ല. അപ്പോൾ എത്രയും വേഗം ചെയ്തു തീർക്കുക എന്നുള്ളത് ഒരു മനോഭാവമാണ് നമുക്ക് ജോലിയുടെ കാര്യത്തിൽ വേണ്ടത്. അപ്പോൾ അത്രയും കൊണ്ട് നമുക്ക് തൽക്കാലം ജോലിയുടെ കാര്യത്തിൽ നിന്ന് അടുത്തത് ഐ എന്നൊരു ഫാക്ടർ അവിടെയുണ്ട്. ഞാൻ അല്ലെങ്കിൽ നിങ്ങളാണ് ഇത് താങ്ങി പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഫാമിലി, ഈ ജോലിയും പ്രഷറും അതുപോലെ കുടുംബത്തിൻ്റെ ഇതും താങ്ങി പിടിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളാണ്. അത് ബാലൻസ്ഡാണെങ്കിൽ, നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു വടിയൊക്കെ വെച്ചിട്ട് 2 വശത്തും ഭാണ്ഡക്കെട്ടുകളുമായിട്ട് പോകുന്നത് ബാലൻസ്ഡാണ്, ഒരു ബുദ്ധിമുട്ടും നമുക്കുണ്ടാവില്ല. അതേസമയം ഏതെങ്കിലും ഒരു വശത്തേക്ക് വെയിറ്റ് കൂടുകയൊക്കെ ചെയ്താൽ നമ്മുടെ ഷോൾഡറിലാണ് ഇത് വരുന്നത്. അപ്പം നിങ്ങൾ ശക്തരാകേണ്ടതുണ്ട്. നിങ്ങൾ എങ്ങനെ ശക്തരാകും? അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു സെൽഫ് അവെയർനെസ്, നിങ്ങളുടെ കഴിവുകേടുകളും നിങ്ങൾ തിരിച്ചറിയണം. നമ്മളുടെ കപ്പാസിറ്റി അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ നിങ്ങളുടെ ലിമിറ്റ്സും നിങ്ങൾ അറിയണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരു സെൽഫ് അവെയർനെസ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഏതാണ്ട് ഒരു ധാരണ കിട്ടും. പിന്നെ മറ്റുള്ളവരോട് നല്ല ബന്ധങ്ങൾ, നല്ല റിലേഷനിൽ പോവുക. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം, നിങ്ങളുടെ ഈ സാഹചര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് എനിക്ക് വേണ്ടതായ ഭൗതിക സൗകര്യങ്ങൾ ഏതൊക്കെയാണെന്ന് തീരുമാനിച്ച് അതിനുവേണ്ടി പ്രയത്നിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഇന്ന് അയൽവക്കത്തുള്ള ആളുടെ കയ്യിൽ BMW ഉണ്ടെങ്കിൽ നമുക്കും അത് വാങ്ങണം എന്നുള്ളതാണ്. എൻ്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് എനിക്ക് വേണ്ട ഭൗതിക സൗകര്യങ്ങളിലേക്ക് ഞാൻ ശ്രമിക്കണം എന്നുള്ളതാണ് ഉള്ളത്. അപ്പോൾ ഈ ഐ ശക്തിപ്പെടുത്തണമെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് ശക്തിപ്പെടുത്താം. ഒരു സെൽഫ് ടോക്ക്, നമ്മുടെ അഫർമേഷൻസ്, അതുപോലെ ആസ്ക് അതേഴ്സ്, നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോട് നമുക്ക് ചോദിക്കാം. എന്താണ് ജോഹാരി വിൻഡോ പറയുന്നത്? നമ്മൾ ഓപ്പണായ ഒരു ഫസ്റ്റ് ക്വാർട്ടറിൽ ഫുൾ ഓപ്പൺ ആണ്, സെക്കൻഡിൽ വരുമ്പോൾ എനിക്കറിയില്ല പക്ഷെ നാട്ടുകാർക്കൊക്കെ അറിയാനെ പറ്റി. അപ്പോൾ ആ അറിയുന്ന സെക്കൻഡ് ക്വാർട്ടറിൽ
അടുത്ത സുഹൃത്തുക്കളോട് ചോദിക്കുക, ഞാൻ എങ്ങനെയുണ്ട്, ഇനി ഇക്കാര്യത്തിൽ എങ്ങനെയാണ്. അങ്ങനെ 1-2 പേരോട് ചോദിച്ചു കഴിയുമ്പോൾ നമുക്കറിയാൻ പാടില്ലാത്ത നമ്മളെ അവർ പറഞ്ഞു തരും. അപ്പോൾ നമ്മളുടെ അവയർനെസ് കൂട്ടിയെടുക്കാൻ പറ്റും. ഇനി ഒരു മെൻറ്റർ ഉണ്ടായിരിക്കുക. മെൻറ്റർ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തൊരു ഗുണം? നമുക്കൊരു മാർഗദർശിയാണ്. നമ്മളുടെ ഇതിൻ്റെ 4ാമത്തെ ക്വാഡ്രന്റ് അൺനോൺ ഏരിയ. എനിക്കും അറിയില്ല, മറ്റുള്ളവർക്കും അറിയില്ല ഇതിനെ പറ്റി ഉള്ള ചില കാര്യങ്ങൾ. അപ്പോൾ ഈ അൺനോൺ ഏരിയകളിൽ നമ്മൾ ഇദ്ദേഹത്തിൻ്റെ സഹായത്തോടെ, മെൻറ്ററുടെ സഹായത്തോടെ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്താൻ സാധിക്കും. അങ്ങനെ പുതിയ നിങ്ങളുടെ കഴിവുകൾ കണ്ടെത്താനായിട്ടുള്ളൊരു പ്രയത്നം നടത്തുക. അതും നിങ്ങളുടെ സ്വയം ശക്തിപ്പെടുത്തലിന് ഒരു ഇതാണ്. പിന്നെ ചില കാര്യങ്ങൾ ചെയ്യാനുള്ളത് ഇൻറ്ററാക്ഷൻസ് കൂട്ടുക. നമ്മൾ മറ്റുള്ളവരോട് നന്നായിട്ട് ഇൻറ്ററാക്ഷൻസ് വളരെയധികം വർദ്ധിപ്പിക്കുക. സെൽഫ് ഹോണസ്റ്റി ഡെവലപ്പ് ചെയ്യണം. നമ്മളെ എന്താ പറയുക, ഒരു മനസാക്ഷിക്ക് അനുസരിച്ച് സത്യസന്ധത നമ്മൾ പാലിക്കണം. അത് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ഇനി ആരും കാണുന്നില്ല എന്ന് വിചാരിച്ച് നമ്മൾ ഒരു കള്ളത്തരവും ചെയ്യാൻ പോകരുത്. പിന്നെ ഒരു ഇമോഷണലായിട്ട് വരുന്ന ഇഷ്യൂസിനെയൊക്കെ നമ്മൾ വളരെ റാഷണലി, യുക്തിസഹജമായിട്ട് പരിഹരിക്കാനും കാണാനും നമുക്ക് സാധിക്കണം. പിന്നെ ഉള്ളത് ഒരു സ്കിൽ ഡെവലപ്മെൻ്റ് ആണ്. അത് ഇതുപോലെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ സ്കില്ല് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ 3 ഫാക്ടേഴ്സ് നമ്മൾ കൊണ്ട് 4ാമതൊരു ഫാക്ടർ ഉണ്ട് കേട്ടോ, സൊസൈറ്റി, സാഹചര്യങ്ങൾ. നമ്മളെ ചുറ്റിപ്പറ്റി അറൗണ്ടിൽ ഒരു സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അത് എന്ത് ചെയ്യും? അതിന് കുറേ അധികം കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. അപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ സ്വർണ്ണക്കടയിലൊക്കെ ഈ ത്രാസ് പെട്ടിക്കകത്താണ് വെച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഈ കാറ്റടിച്ചിട്ട് അതിന് അൺബാലൻസിങ് ഉണ്ടാകുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങൾ, ചുറ്റുപാടുകൾ നമ്മളെ സ്വാധീനിക്കും, നമ്മളുടെ ബാലൻസിങ് തെറ്റിക്കാം. ഉദാഹരണത്തിന് ഒരു 3 ദിവസത്തെ ഹർത്താൽ വന്നു, നമുക്ക് ജോലിക്ക് പോകുന്നതിന് ബുദ്ധിമുട്ട് വരും, വീട്ടിലെ കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഇതൊക്കെ അൺബാലൻസിങ് ഒത്തിരി കാര്യങ്ങളുണ്ട്. പൊളിറ്റിക്സ് ഉണ്ടാകാം, സാമൂഹികപരമായ ഇടപെടലുകൾ നമുക്കുണ്ടാകാം, സൊസൈറ്റിയിൽ നമുക്ക് ഇടപെടലുകൾ ഉണ്ടാകും. ഇതെല്ലാം നമ്മളെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇതെല്ലാം അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ 4 ഫാക്ടേഴ്സ് നമ്മൾ കണ്ടു. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഇതിന് സ്വാധീനമുള്ളതെന്നും നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്കിതെങ്ങനെ പരിഹരിക്കാം, നമുക്ക് എങ്ങനെ ബാലൻസ് ചെയ്യാം എന്നുള്ളതിന് ഒരു 3 ടൂളുകളെ പറ്റിയാണ് പറയുന്നത്. അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ട്രെയിനേഴ്സ് ആയതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഇമോഷണൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് എനിക്കിത് ബാലൻസ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ഇമോഷണൽ ഇൻ്റലിജൻസ് ഡെവലപ്പ് ചെയ്യുക. എന്താണ്? എനിക്ക് എന്നെപ്പറ്റി നന്നായ ഒരു അവബോധം ഉണ്ടാവുകയും മറ്റുള്ളവരെ പറ്റിയും നല്ല അവബോധം ഉണ്ടായി കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിനനുസരിച്ച് പെരുമാറാൻ പറ്റും. അണ്ടർസ്റ്റാൻഡിങ് ലെവലിൽ എൻ്റെ എബിലിറ്റീസ്, വീക്ക്നെസ്, ഇതെല്ലാം ഞാൻ മനസ്സിലാക്കി കഴിയുമ്പോൾ എൻ്റെ ഇമോഷൻസിനെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ എൻ്റെ ഫീലിങ്സിനെയൊക്കെ എനിക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഒരു ബെറ്റർ അവയർനെസ് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം. പിന്നെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അറിയുമ്പോൾ, അതേഴ്സ്, മറ്റുള്ളവരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയാൽ അവരുടെ വികാരങ്ങളും വിചാരങ്ങളും മനസ്സിലാക്കിയിട്ട് പെരുമാറാനാണെങ്കിൽ അപ്പോൾ നമുക്ക് നമ്മളുടെ ഈ ബിൽഡിംഗ് റിലേഷൻഷിപ്പ്, ബന്ധങ്ങൾ ഉണ്ടാക്കുന്നത് വളരെ നന്നായിരിക്കും. പിന്നെ നമ്മൾ ഈ സെൽഫ് അവയർനെസ് ശരിക്കും ഒരു ഇമോഷണൽ ഇൻ്റലിജൻസിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ മാറ്റങ്ങൾക്ക് വിധേയനാകാൻ നമുക്ക് എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഈ മാറ്റങ്ങളോട് വിമുഖത കാണിച്ചിരിക്കും. ചുരുക്കി പറഞ്ഞാൽ പേഴ്സണൽ അവയർനെസ് ഉണ്ടാകുമ്പോൾ പേഴ്സണൽ മാനേജ്മെൻറ്റ് എളുപ്പമാകും. സോഷ്യൽ അവയർനെസ് ഉണ്ടായി കഴിയുമ്പം റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റും നമുക്ക് വളരെ നന്നാക്കി കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ ഇതാണ് 1ാമത്തെ ഒരു ടൂള്. 2ാമത്തെ ആയിട്ട് ടൈം മാനേജ്മെൻ്റ് ആണ്. ടൈം മാനേജ്മെൻറ്റ് നമ്മൾ മുമ്പേ പറഞ്ഞു. ടൈം മാനേജ്മെൻറ്റ് മെട്രിക്സിൻ്റെ ഉപയോഗം ഏതായാലും നമുക്ക് എങ്ങനെയൊക്കെ നോക്കിയാലും 24 മണിക്കൂറേ ഉള്ളൂ. ഈ 24 മണിക്കൂറിനെ നമ്മൾ പരമാവധി എല്ലാം യൂട്ടിലൈസ് ചെയ്ത് എല്ലാം അലോക്കേറ്റ് ചെയ്തു. എന്നിട്ടും നമ്മളുടെ കാര്യങ്ങൾ നടക്കുന്നില്ല. എന്ത് ചെയ്യും? സമയം കൂടുതൽ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ചെയ്യാവുന്നത് മുമ്പേ ഇവിടെ ദിനേശ് സാറ് പറഞ്ഞ ഒരു കാര്യമാണ്. അദ്ദേഹം ആ വാക്ക് ഉപയോഗിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ ക്ലോക്ക് ടൈമിനെ വീട്ടിലുള്ള എവിടെയാണ് നമ്മളുടെ പ്രശ്നമുള്ളത് അവിടെ ഈ അവൈലബിൾ ആയിട്ടുള്ള ക്ലോക്ക് ടൈം നമുക്ക് ക്വാളിറ്റി ടൈമായിട്ട് മാറ്റിയെടുക്കാം. എന്താണ് ക്വാളിറ്റി? ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ പറയാം. ഞാൻ വീട്ടിൽ വന്നിരുന്നിട്ട് എൻ്റെ വൈകുന്നേരം വന്നു, ചായ കുടിക്കുന്നു, പേപ്പർ വായിക്കുന്നു, പിന്നെ കമ്പ്യൂട്ടറിൽ നോക്കുന്നു, കുറേ വാട്സാപ്പ് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു. ഇങ്ങനെ ഞാൻ ഓരോന്നൊന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഭാര്യ അടുക്കളയിൽ പാചകം ചെയ്യുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, ഊണ് കഴിക്കുന്നു, ഇങ്ങനെ അങ്ങ് പോകുന്നു. പക്ഷേ ഈ ക്വാളിറ്റി ടൈമിൽ നമ്മളുടെ സാമീപ്യം ആരാണോ ആഗ്രഹിക്കുന്നത്, ടുഗദർനെസ് അദ്ദേഹം പറഞ്ഞു, ആരാണ് നമ്മളുടെ സാമീപ്യം ആഗ്രഹിക്കുന്നത്, നമ്മുടെ മക്കൾ, ഭാര്യ അല്ലെങ്കിൽ മാതാപിതാക്കൾ, ഇത് ആരാണെങ്കിലും അവരുടെ അടുത്ത് നമ്മൾ ചിലവാക്കുക.
ചിലവഴിക്കുക ഈ സമയം. ഞാൻ എൻ്റെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ വീട്ടിലുണ്ടായിരുന്നല്ലോ വൈകുന്നേരം മുതൽ നേരം വെളുക്കുന്നവരെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. തീർച്ചയായിട്ടും നമ്മളപ്പോൾ ചെയ്യേണ്ടത് ഇവരോടൊത്ത് ആയിരിക്കുക, ടുഗദർനെസ് ആയിരിക്കുക എന്നുള്ളതാണ്. അത് ഈ ക്വാളിറ്റി ടൈമിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. ഇറ്റ് മേക്സ് ഓൾ ഹാപ്പി. എല്ലാവരെയും സന്തോഷം. നമ്മൾ അവിടെ ചെന്നിട്ട് വഴക്ക് മോനെ നീ അത് ചെയ്തത് ശരിയായില്ല, വൈഫിൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കാനുള്ള ഒരു സമയമല്ല അത്. ഇറ്റ് മേക്സ് ഓൾ ഹാപ്പി. എല്ലാവർക്കും സന്തോഷം ഉണ്ടാക്കണം, അൺകണ്ടീഷണൽ ആയിരിക്കണം. ഏതെങ്കിലും ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ടല്ല നമ്മൾ അവിടെ പെരുമാറേണ്ടത്. അതേപോലെ ഒരു 2-way പ്രോസസ്സാണ്. ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി, അല്ല നിങ്ങളുടെ ഇങ്ങോട്ട് കേൾക്കേണ്ട, അങ്ങനെയുള്ള കണ്ടീഷൻസ് ഒന്നുമില്ല. അതേപോലെ ഇൻഫോർമൽ ആൻഡ് ഇൻറ്റിമേറ്റ് ആയിരിക്കണം. ഔപചാരികതയൊന്നും അതിന് ഉണ്ടാകാൻ പാടില്ല. പിന്നെ ഒരു പേഴ്സണൽ ടച്ച് ഉണ്ടാവണം. അതൊക്കെ ദിനേശ് സാർ തൊട്ട് മുമ്പ് പറഞ്ഞ ഹാപ്പി ഫാമിലിയിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളാണ്. പിന്നെ ഒരു കൺസേൺ ഫോർ ബോത്ത്. അവർക്ക് നമ്മളെ പറ്റി നമുക്ക് അവരെ പറ്റി ഒരു കൺസേൺ ഉണ്ടായിരിക്കണം, ഒരു എന്താ പറയുക, ഒരു കരുതലുണ്ടായിരിക്കണം. പിന്നെ ഇൻട്രസ്റ്റഡ് ഫോർ ബോത്ത് എൻഡ്, രണ്ട് എൻഡിലും ഇതിന് താല്പര്യം ഉണ്ടായിരിക്കണം. ഇത് ഇങ്ങനെ ഇരിക്കുന്ന സമയങ്ങളിൽ അവർക്ക് ഇരിക്കുന്നവർക്കും താല്പര്യം ഉണ്ടായിരിക്കണം, നമുക്കും താല്പര്യം. അല്ലാതെ ഒരു വഴിപാട് പോലെ നമ്മൾ എന്നാൽ ശരി ഞാൻ നിങ്ങളുടെ കൂടെ ഇരുന്നേക്കാം എന്നുള്ള ഒരു ഇതല്ല ഇതിലെത്ത് വരേണ്ടത്. അപ്പം ഇങ്ങനെ നമ്മളുടെ സമയത്തെ നമുക്ക് ഈ ക്ലോക്ക് ടൈം, അവൈലബിൾ ക്ലോക്ക് ടൈം ക്വാളിറ്റി ടൈം ആയിട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഓക്കെ സാർ, താങ്ക് യു. അപ്പോൾ വളരെ ഭംഗിയായിട്ട് നമുക്ക് കുടുംബാംഗങ്ങളുമായിട്ടുള്ള ബന്ധം ഊഷ്മളമായിട്ട് നിലനിർത്താൻ സാധിക്കും. മൂന്നാമതൊരു ടൂൾ ഉള്ളത് മൾട്ടി ടാസ്കിങ് ആണ്. മൾട്ടി ടാസ്കിങ് സ്കില്ല് നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ട ഒരു സാധനമാണ്. ഒരു ഫിസിയോളജിക്കൽ ആക്ടിവിറ്റി. നമുക്ക് കൂടുതൽ കാര്യം ഒരേ സമയത്ത് പല കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ ഏരിയയിലും പറ്റിയില്ല എങ്കിലും പറ്റുന്ന ഏരിയയിൽ, ഇപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് ഒരു ഗൂഗിൾ മീറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത്യാവശ്യം നമുക്ക് ഫയലിലേക്ക് നോക്കാം, കേൾക്കാം. അതേപോലെ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യാം, പാട്ട് കേട്ടുകൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെ എവിടെയൊക്കെയാണോ നമുക്ക് ഈ മൾട്ടി ടാസ്കിങ് ചെയ്യാവുന്നുള്ളത് കണ്ടുപിടിക്കുക, പ്ലാൻ ചെയ്യുക, അതനുസരിച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അങ്ങനെ ചില പ്രഷറുകൾ നമുക്ക് കുറയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇത് പ്രത്യേകിച്ച് ചില കാര്യങ്ങളിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അതിനൊരു എല്ലായിടത്തും നമുക്ക് ഒരേപോലെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പക്ഷെ പറ്റുന്ന സ്ഥലത്ത് നിങ്ങൾ ഇതിങ്ങനെ ചെയ്യുക. പിന്നെ ഏറ്റവും അവസാനമായിട്ടൊരു കാര്യം ഓർക്കുക, ഇത് പെർഫെക്റ്റ് ബാലൻസിങ് ഒന്നും സാധ്യമല്ല എന്ന് ഞാൻ എപ്പോഴും ഇങ്ങനെ ത്രാസ് കറക്റ്റ് പിടിച്ചുകൊണ്ടിരിക്കാമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും സാധിക്കില്ല. ഇത് ഒരു വശത്തേക്ക് താണു പോകും ചില സമയത്ത്. അപ്പം നമ്മൾ അങ്ങോട്ട് താഴ്ന്നു കൊടുത്തേ പറ്റുള്ളൂ. പക്ഷേ ആ താഴ്ച ഒരു കംഫർട്ട് സോൺ ആക്കരുത്. ഒരു പ്രതാപമുള്ള ഒരു ഡിഗ്രി, നല്ല ജോലിയാണ്, വലിയ ഇത് കിട്ടുന്നതാണെങ്കിൽ എന്നാൽ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നേക്കാമെന്നൊരു തോന്നൽ വേണ്ട. അത് വീട്ടിൽ ലീവ് എടുത്ത് വന്നു കഴിഞ്ഞാൽ സോ ആണല്ലോ ഇങ്ങനെ ഇരുന്നേക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു കംഫർട്ട് സോൺ ആക്കരുത് അൺബാലൻസിങ് വരുന്നത്. അത് ഉടനെ തിരിച്ചറിഞ്ഞ് അതിന് നിങ്ങൾക്ക് ഈ പോയിന്റ്സ് ഒക്കെ സഹായിക്കും. തിരിച്ചറിഞ്ഞ് ബാലൻസിലേക്ക് വരും. അപ്പോൾ എന്താണ് പറ്റുന്നത്? നമുക്ക് ഡൈനാമിക് ബാലൻസിങ് ആണ് പറ്റുക. ചലനാത്മകമായ സന്തുലിതാവസ്ഥയാണ് നമുക്ക് ഇക്കാര്യത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക. അത് ചില സമയത്ത് അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകും. അപ്പോൾ അവിടെ നമ്മൾ ഇരുന്ന് പോകാതെ തിരിച്ചു വരിക എന്നുള്ളതാണ്. ദിനേശ് സാർ, നന്ദി. എല്ലാ പാർട്ടിസിപ്പൻസിനും എൻ്റെ നന്ദി. താങ്ക് യു. താങ്ക് യു ശ്രീനാഥൻ സാർ, താങ്ക് യു. കറക്റ്റ് ടൈമിൽ തന്നെ സാർ നിർത്തി. വളരെ ശ്രേഷ്ഠമായ ചിന്തകൾ കുറെ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ജീവിതത്തിൽ പ്രാക്ടിക്കലി കൊണ്ടുവരാൻ കഴിയുന്ന കുറെ ആശയങ്ങൾ സാറിന് ഈ ചെറിയ സമയത്ത് തന്നെ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് സന്തോഷം സാർ. താങ്ക് യു വെരി മച്ച്. ആളുകൾക്ക് സെഷന് ശേഷമുള്ള ഫീഡ്ബാക്കിന് ഇവിടെ സമയമില്ല. ഫീഡ്ബാക്ക് എല്ലാം അവരുടെ പേഴ്സണൽ നമ്പർ നമ്മുടെ ലവ് ആൻഡ് ലൈറ്റ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിനിണങ്ങിയ ആശയങ്ങൾ തന്ന ട്രെയിനേഴ്സിന് തീർച്ചയായിട്ടും ഒരു മെസ്സേജ്, ഒരു നന്ദി നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അത് അവരിൽ വല്ലാത്തൊരു ആനന്ദം ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത് കൊടുക്കുന്ന ആൾക്കും അത് അനുഭവിക്കാൻ കഴിയും. അങ്ങനെയാണ് നല്ല ബന്ധങ്ങൾ ഒരുപാട് ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് കിട്ടിയിട്ടുള്ളത്. ആ ഒരു എക്സ്പീരിയൻസിന്റെ പേരിൽ പറയുന്നു, തീർച്ചയായിട്ടും നമ്മുടെ ട്രെയിനേഴ്സിന് ഒരു അഭിനന്ദനങ്ങൾ, നല്ല വാക്കുകൾ കൊടുക്കാം. എല്ലാവരും ഹൃദയം കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഇപ്പൊ തന്നെ നമുക്ക് ഹൃദയം കൊടുക്കാം. ഓക്കെ, എല്ലാവർക്കും ഒരു ഹൃദയം, ആ ഒരു ലവിന്റെ ഇമോജി ഒന്ന് ഇത് കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. താങ്ക് യു. അബുദാബിയിൽ നിന്നുള്ള ദിനേശ് സാറെ നമ്മൾ കേട്ടു, അതുപോലെ തന്നെ ശ്രീനാഥൻ സാറെ കേട്ടു. ഇനി നമുക്ക് അടുത്ത ഒരു സെഷൻ, മൂന്നാമത്തെ സെഷനായിട്ട് വരുന്നത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ട്രെയിനറാണ്. അദ്ദേഹം KSRTCയിലെ വളരെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ കണ്ടക്ടറാണ്. ആ ജീവിതത്തിന്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം കണ്ടെത്തുന്നു. ഒരുപാട് ബുദ്ധിമുട്ടിന്റെ ഇടയിലും രാത്രി ഡ്യൂട്ടി കഴിഞ്ഞിട്ടടക്കം ഒരു ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് പുലർച്ചെ തൃശ്ശൂർ എത്തിയിട്ടാണ് ഞങ്ങൾ ആദ്യമായിട്ട് പരിചയപ്പെട്ടത്. അപ്പൊ ആ ഒരു
അതുപോലെ തന്നെ എപ്പോഴും തമാശ, ചുറ്റുമുള്ളവർക്ക് എപ്പോഴും തമാശ പകർന്നു കൊടുക്കുന്നത് ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി തീർത്ത നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മനുസാറാണ്. അദ്ദേഹം വരുന്നത് തൊടുപുഴയിൽ നിന്നാണ്. ഹിപ്നോട്ടിസവും ട്രെയിനിങ്ങും എല്ലാം പഠിച്ചുകൊണ്ട് ഒരുപാട് പേർക്ക് സന്തോഷവും ആനന്ദവും എല്ലാം പകരലാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പൊ ഒരുപാട് സന്തോഷത്തോടെ ഇന്നത്തെ 3ാമത്തെ സെഷൻ നയിക്കാനായിട്ട് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മനുസാറെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഓവർ ടു യു മനുസാർ. താങ്ക് യു. കേൾക്കാമോ? കേൾക്കാം സാർ. സാർ റെഡി അല്ലേ? ഒന്ന് ചെക്ക് ചെയ്തോളൂ. യെസ്, ഞാൻ റെഡിയാണ്. ഓക്കെ സാർ. അതിന്റെ ഒരു സ്ലൈഡ് ഉണ്ട്, ഇടാം. സ്ലൈഡ്. ഓൾ ദി ബെസ്റ്റ് സാർ. ഒരു സെക്കൻഡ്. താങ്ക് യു മാത്യു. ഒരു സെക്കൻഡ്. ആ സ്പാനർ ഒന്നും എടുക്കട്ടെ. താങ്ക് യു ഇന്ദിര മാം. വന്നോ സാർ? യെസ്. ഓക്കെ സാർ, യു ക്യാൻ സ്റ്റാർട്ട്. എല്ലാ ഗുരുതുല്യരായ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. നിങ്ങളെല്ലാം കാണുവാനും സന്തോഷിക്കുവാനും ഇടയായി തീർന്നതിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്. നിങ്ങളുടെ എല്ലാം ചിരിക്കുന്ന മുഖങ്ങളും വളരെ തിരക്ക് പിടിച്ച ഈ ജീവിതത്തിൽ ഇത്രയും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിച്ചതും വളരെ അഭിനന്ദനാർഹമാണ്. ദിനേശ് സാർ പറയുന്ന പോലെ എനിക്ക് അത്ര വലിയ തിരക്കൊന്നുമില്ല. ആഴ്ച 3 ദിവസം ജോലിയുള്ളൂ, 4 ദിവസം ഫ്രീ ആണ്. അപ്പൊ ഈ 4 ദിവസം ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ശ്രദ്ധിക്കുന്നു. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് തന്ന ദിനേശ് സാറിനുള്ള നന്ദി ഞാൻ വളരെ ഹൃദയപൂർവ്വം അറിയിക്കുകയാണ്. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥനയോടെ ഇരിക്കുക. ഞാൻ അത്ര വലിയ കഴിവുള്ള ആളൊന്നുമല്ല. ആദ്യമായിട്ട് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെതായ പ്രത്യേകതകളുണ്ടല്ലോ. എല്ലാവരും എന്നോട് സഹകരിക്കുക, എല്ലാവരും എനിക്ക് ഓരോ ലവ് ഒക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക. അതെനിക്ക് കൂടുതൽ പവർ കിട്ടും. ഓക്കെ, ഞാൻ സിമ്പിളായിട്ട് ഒരു കാര്യം 10 വർഷം മുമ്പുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടിയോട് ചോദിച്ചു, നിനക്ക് എന്താവാനാണ് ഇഷ്ടം? എനിക്ക് വീട്ടിലെ TV ആയാൽ മതി. ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് ഒരു കുട്ടിയോട് ചോദിച്ചു, നിനക്ക് ആരാണ്? അപ്പം പറഞ്ഞു, എനിക്ക് എൻ്റെ അമ്മയുടെ മൊബൈലായാൽ മതി. കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മൈൻഡ്ഫുൾനെസ് ആണ് എൻ്റെ സബ്ജക്റ്റ്. മൈൻഡ്ഫുൾനെസ്, ശ്രദ്ധാപൂർണത. എന്താണ് ഈ ശ്രദ്ധാപൂർണത? നമുക്കറിയാം, നമുക്ക് വീടുണ്ട്, ക്യാഷ് ഉണ്ട്, ജോലിയുണ്ട്, മക്കളുണ്ട്, ഭാര്യയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ മൈൻഡിൽ എവിടെയോ ഒന്നുമില്ലാത്തൊരവസ്ഥ ഫീൽ ചെയ്യുന്നില്ലേ? എല്ലാം ഉണ്ടെങ്കിലും ഒരു ഹാപ്പിനെസ് ഫീൽ ഇല്ലാത്തൊരവസ്ഥ ഫീൽ ചെയ്യുന്നില്ലേ? അതാണ് മൈൻഡ്ഫുൾനെസ്സിന്റെ. എന്താണ് മൈൻഡ്ഫുൾനെസ്? ഒരു മനുഷ്യൻ അങ്ങ് ദൂരെ വളരെ പണ്ട് ഒരു കൊട്ടാരത്തിൽ രാജകുമാരനായി ജീവിച്ചിരുന്ന മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ ഒരു നാൾ വിവാഹവും കഴിഞ്ഞു. ജീവിതത്തിൽ സമ്പത്തുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, ജീവിതത്തിൽ എല്ലാം നേടിയിട്ടും എന്തോ ഒരു കുറവ്. ആ കുറവ് തേടി ആ കുറവ് അന്വേഷിച്ച് തേടി ഒരു മരത്തിന്റെ ചുവട്ടിലെത്തി. ആ മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിച്ചു. ആ മരം ചില കാര്യങ്ങൾ പഠിപ്പിച്ചു. അതാണ് മൈൻഡ്ഫുൾനെസ്. അത് എന്താണെന്ന് വെച്ചാൽ മരം പറഞ്ഞു കൊടുത്തു, മോനെ, ഞാൻ വളരുന്നുണ്ട്, പക്ഷേ ഞാൻ നിശബ്ദനാണ്. ഞാൻ വളരുന്നുണ്ട്, ഞാൻ നിശബ്ദനാണ്. എന്റെ ചില്ലയിൽ കിളികൾ കൂടുവയ്ക്കുന്നുണ്ട്, ഞാൻ സന്തോഷവാനാണ്. എന്റെ ചില്ലയിൽ കിളികൾ കൂടുവയ്ക്കുന്നുണ്ട്, ഞാൻ സന്തോഷവാനാണ്. എന്റെ പഴങ്ങൾ അനേകർ പറിച്ച് ഭക്ഷിക്കുന്നുണ്ട്, ഞാൻ സന്തോഷവാനാണ്. എന്നെ വെട്ടാനായിട്ട് കുറെ പേർ വരുന്നുണ്ട്, എന്നാലും അവർക്ക് ഞാൻ എന്ത് ചെയ്യുന്നു? തണലേകുന്നു, അവരെയും സ്നേഹിക്കുന്നു. എന്താണ് മൈൻഡ്ഫുൾനെസ് എന്ന് ശ്രീബുദ്ധനെ പഠിപ്പിച്ചത് ഒരു വൃക്ഷമാണ്. പുഞ്ചിരിക്കാനായിട്ട് പഠിപ്പിച്ചത് വൃക്ഷമാണ്. വൃക്ഷം പറഞ്ഞു, ഞാൻ സൈലന്റ് ആണ്, പക്ഷേ വളരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, സിമ്പിൾ ആയിട്ടൊരു കാര്യം അത് ഇത്രയേ ഉള്ളൂ. നമ്മൾ എത്ര സൈലന്റ് ആയിട്ട് നമ്മളിലേക്ക് തന്നെ തിരിയുന്നോ, നമ്മളിലേക്ക് തന്നെ നമ്മളെ നാം മനസ്സിലാക്കുന്നു, നമ്മൾ നമ്മോട് എത്ര കരുണയോടെ നാം ഇടപെടുന്നോ, അതാണ്
മൈൻഡ്ഫുൾ. ഞാൻ അനേക വിഷയങ്ങൾ ഇതിൽ സംബന്ധിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ ഒരു ആശയമായിട്ട് നിങ്ങൾ പറയുവാണ്, നിങ്ങൾ അത് തെറ്റുണ്ടോ തിരുത്തി തരിക. നമ്മൾ എത്ര കരുണയോടെ നമ്മളോട് തന്നെ ഇടപെടുന്നു. നമ്മൾ ഓഫീസിൽ ചെന്നപ്പം നമ്മുടെ MD അല്ല നമ്മുടെ മാനേജർ, നമ്മുടെ മേലുദ്യോഗസ്ഥൻ നമ്മളെ 4 തെറി കട സോ നമ്മൾ വേഗം അതെല്ലാം തല വെച്ചോണ്ട് വീട്ടിൽ ചെന്നു. ഭാര്യ കട്ടൻ ചായ ഇട്ടുകൊണ്ട് വന്നു. ചായക്ക് കടുപ്പം കൂടുതലായി. അത് മുഴുവൻ അങ്ങാടി തത്തേന്ന് ഭാര്യയോട് തകർത്തു. ഭാര്യയ്ക്ക് അത് സഹിക്കാൻ വയ്യാണ്ട് ഭാര്യ എന്ത് ചെയ്തു? മക്കളെ പിടിച്ച് 4 കിണുത്ത്. അപ്പം ജീവിതത്തിൽ എവിടെ ചെന്നാലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ എങ്ങനെ ഇതിനെ നേരിടാമെന്ന് മനസ്സിലാകുന്നില്ല. ജീവിതത്തിൽ എല്ലാ സമ്പത്തും സന്തോഷവും എല്ലാം ഉണ്ട്. പക്ഷെ എങ്ങനെയാണ് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കുന്നത്? ഈ പ്രശ്നങ്ങൾ ഉള്ള ജീവിതത്തിൽ എത്രത്തോളം സന്തോഷപൂർണ്ണമായി നമുക്കും ജീവിക്കാനായിട്ട് സാധിക്കും? അതാണ് ഈ മൈൻഡ്ഫുൾനെസ് അഥവാ ശ്രദ്ധാപൂർണതയിലേക്ക് നിങ്ങൾ ക്ഷണിക്കുമ്പോൾ ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ ആശയം. അപ്പം വൃക്ഷം നമ്മെ പഠിപ്പിക്കുന്ന ആശയം ഇത് മാത്രമേ ഉള്ളൂ. ഞാൻ സൈലന്റ് ആണ്, ഞാൻ വളരുന്നുണ്ട്. എങ്ങനെയാണ് നാം സൈലന്റ് ആകേണ്ടത്? ഇത് സിമ്പിൾ മെഡിറ്റേഷൻ ആണ്, വളരെ സിമ്പിൾ മെഡിറ്റേഷൻ. ഒന്ന്, നമ്മൾ നമ്മളിലേക്ക് തന്നെ ശ്രദ്ധിക്കുക. നാം ഈ നിമിഷത്തിലാണ് ജീവിക്കുന്നത്. ഞാനൊരു സ്ലൈഡ് ഇട്ടെന്ന് നിങ്ങൾ കണ്ടു. ആ സ്ലൈഡിൽ വളരെ മനോഹരമാണ്. ഒരുത്തൻ തന്റെ ജീവിതത്തിലെ പഴയ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ ദുഃഖങ്ങള് ഒരു ഭാണ്ഡക്കെട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. വീണ്ടും ഇനി ജീവിതത്തില് മുമ്പോട്ട് നോക്കിയാലും ഒന്നും കാണാനായിട്ട് സാധിക്കുന്നത് അവൻ അതും ചിന്തിച്ചു കൂട്ടിയിട്ടുണ്ട്. പക്ഷെ അവൻ എന്തിലില്ല? പ്രസന്റിലില്ല. അതെല്ലാം കൂടി ഒരു ഭാണ്ഡക്കെട്ടാക്കി അവനാകെ കുനിഞ്ഞ് അവളാകെ കുനിഞ്ഞ് ഇങ്ങനെ നീങ്ങുകയാണ്. പക്ഷെ ഒരു നാൾ തിരിച്ചറിഞ്ഞു. എന്ത് തിരിച്ചറിഞ്ഞു? പോയ കാര്യം ഇനി ആന പിടിച്ചാൽ കിട്ടുമോ? ഇന്ന് കഴിഞ്ഞു പോയ കാര്യം ഇനി ആന പിടിച്ചാൽ കിട്ടില്ല. നമ്മൾ പറയും നാളെ എന്ന് പറയും. നാളെ എന്നൊരു ദിവസമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. നാളെ എന്നൊരു ദിവസമില്ല. ഉണ്ടോ? നമ്മൾ ഇന്ന് രാത്രി കിടന്നുറങ്ങി പുതിയ പ്രഭാതത്തിൽ ഉണരുമ്പോൾ അത് നാളെയാണോ? ഇന്നാണ്. ഇന്ന് നാളെ ഞായറാഴ്ചയാണ്. പക്ഷെ നാളെ നാം പുതിയ പ്രഭാതത്തിൽ കണ്ണുറങ്ങുമ്പോൾ അത് നാളെയിലല്ല കണ്ണുറക്കുന്നത്, ഇന്നാണ്. എന്താണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ? ഇത്രയുള്ള ആശയം. ഈ നിമിഷത്തിൽ ജീവിക്കുക, ഈ നിമിഷത്തിലായിരിക്കുക. മനസ്സിലായോ? സിമ്പിളാണ് ആശയം. ഈ നിമിഷത്തിലായിരിക്കുക. എന്താണ് ഈ നിമിഷത്തിന്റെ ആശയം? അതാണ് ഞാൻ പറഞ്ഞ മെഡിറ്റേഷൻ. ഒന്ന്, ഈ നിമിഷം എന്നുള്ളത് നമ്മുടെ ശ്വാസം മാത്രമേ ഉള്ളൂ. അകത്തേക്ക് എടുക്കുന്ന ഒരു ശ്വാസം, അത് പുറത്തേക്ക് പോയില്ലെങ്കിൽ നമ്മുടെ പേര് മാറിപ്പോയി. നാം വളരെ സ്നേഹത്തോടെ ലാളിക്കുന്ന നമ്മുടെ നഖം, അത് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നല്ല സ്വർണ്ണപ്പെട്ടിയിൽ സൂക്ഷിക്കാറില്ലല്ലോ. നാം കാർകൂന്തൽ കെട്ടിനെന്തിന് വാസത്തേലൊന്ന് പാട്ട് പാടും. ആ കാർകൂന്തലിൽ 2 ഊണ് കഴിക്കുമ്പം മേശപ്പുറത്ത് ചോറിലുണ്ടെങ്കിലുള്ള ഗതിയൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇതെല്ലാം നമ്മളിലുള്ള ഞാനെന്ന വസ്തുവിൽ, ഞാനെന്ന മനുഷ്യൻ, ഞാനെന്ന സത്തയിൽ ഉള്ളപ്പോൾ മാത്രമാണ് അത് വിലയുള്ളത്. എന്നിൽ നിന്നത് അടർന്നു മാറുമ്പോൾ നമ്മൾ ഉമ്മിനീര് എന്തോ സ്നേഹിക്കാറുണ്ട്. ഉമ്മിനീര് കൂടിയാണ് നമ്മൾ ഓരോ ഫുഡും കഴിക്കുന്നത്. പക്ഷെ ആ ഉമ്മിനീര് നമ്മൾ പുറത്തേക്ക് ഇങ്ങനെ പിടിച്ചിട്ട് കാണിച്ച എന്ത് സംഭവിച്ചു? അതിന്റെ പേരേ മാറിപ്പോയി. അപ്പോൾ നമ്മോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് സത്ത്. മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ ഞാനെന്ന സത്ത്, അത് ഞാൻ തിരിച്ചറിയണം. ഞാൻ ആരാണെന്ന് ഞാൻ എന്നെ തിരിച്ചറിയണം. അതിന് ഒരു സിമ്പിൾ മെഡിറ്റേഷൻ. നിങ്ങൾ തയ്യാറാണോ? ആർ യു റെഡി? ഹലോ, ആർ യു റെഡി? യെസ്, താങ്ക് യു. ആർ യു റെഡി? വാവ്, താങ്ക് യു. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് ഇത്രയും ചെയ്താൽ മതി. നിങ്ങൾ ഇരുന്ന് എങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ല. പക്ഷെ നടുവൊന്ന് ചെറുതായിട്ട് നിവർത്തിയിരിക്കുക. ഒത്തിരി ബുദ്ധിമുട്ടി നിവർത്തണ്ട. നടുവ് നിവർത്തിയിരിക്കുക. എന്നിട്ട് ശ്വാസത്തെ ഒന്ന് ശ്രദ്ധിക്കുക. അകത്തേക്ക് ശ്വാസം പോകുന്നുണ്ട്. വലിച്ചൊന്നും വിടണ്ട. ഒന്നും ശ്വാസത്തെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ മതി. ശ്വാസത്തെ ശ്രദ്ധിക്കുക. ആ ശ്വാസം
അകത്തേക്ക് പോകുന്നുണ്ട്, പുറത്തേക്ക് വരുന്നുണ്ട്. ചിന്തകൾ ശ്രദ്ധിച്ചേ. ചിന്തകൾ ഞാനിവിടെ ഞാനിവിടെ തകർത്തോണ്ടിരിക്കുമ്പോൾ തന്നെ വേറെ ഒത്തിരി ചിന്തകൾ വരുന്നുണ്ട്. ആ ചിന്തകളെല്ലാം അതിന്റെ പാട്ടിന് വിട്ടേക്കുക. അതിന്റെ പാട്ടിന് വിട്ടേക്കുക. വളരെ മനോഹരമായ ഒരു ഹാഫ് സ്മൈൽ, ഒരു ചെറിയ പുഞ്ചിരി മുഖത്ത് കൊടുക്കുക. എന്തിനാണെന്നറിയാമോ? അത് നമ്മുടെ ഈ നിമിഷത്തിൻ്റെതാണ് ഈ പുഞ്ചിരി, മറ്റുള്ളവർക്ക് സമ്മാനിക്കാനുള്ളത്. നാളെ പ്രഭാതത്തിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണിത്. നമ്മൾ നമ്മുടെ ശ്വാസം ശ്രദ്ധിക്കണം. നമ്മൾ ഒരു ചെറിയ പുഞ്ചിരി എപ്പോഴും നമ്മുടെ കൂടെ കൊണ്ടു നടക്കണം. ഈ ഒരു ക്ലാസ് കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, ഒരു ചെറിയ പുഞ്ചിരി എപ്പോഴും മുഖത്ത്. ഈ മസിലും പിടിച്ചിരുന്നോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യണം? ആ മസിലുകളെല്ലാം വിട്ടിട്ട് ഒന്ന് മൈൻഡും ശരീരവും ഫ്രീ ആക്കുക. ഒന്ന് പുഞ്ചിരി, മനോഹരമായൊരു പുഞ്ചിരി മുഖത്ത് വിരിയട്ടെ. അതിമനോഹരമായ ഒരു അമ്മിഞ്ഞപ്പാൽ കുടിച്ച് അമ്മയുടെ മടിയിൽ വിശ്രമിക്കുന്ന ഒരു കുഞ്ഞിനെ പോലെ വളരെ സന്തോഷത്തോടെ മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ടാണ് നിങ്ങളായിരിക്കുന്നത്. ശ്വാസത്തെ ശ്രദ്ധിക്കൂ. ജീവിതത്തിൽ എല്ലാ സമാധാനത്തോടെയാണ് നിങ്ങൾ വിശ്രമിക്കുന്നത്. മനസ്സിലായോ? വളരെ സന്തോഷത്തിലാണ്. ശ്വാസം ശ്രദ്ധിക്കുന്നുണ്ട്. ചിന്തകളെ കാട് കയറാനായിട്ട് ചിന്തകൾ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്. നമ്മുടെ ശരീരം 10 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ ചിന്തകൾ ഇവിടുന്ന് ഗാലക്സികൾ കടന്ന് അടുത്ത ഗാലക്സിയും ചാടി അപ്പുറം എത്തിയിട്ടുണ്ട്. ചിന്തകളെ അതിന്റെ പാട്ടിന് വിട്ടേക്ക്. നീ എതിലെങ്കിലും പോയിട്ട് വാ. അതിന് നമ്മൾ പുറത്ത് നിരീക്ഷിക്കുകയാണ്. എങ്ങനെ? ഞാൻ ചിന്തകളുടെ ഒരു രക്ഷകർത്താവാണെന്ന നിലയിൽ. ഓക്കെ, ശ്വാസത്തെ ശ്രദ്ധിക്കൂ. ആ മനോഹരമായ ശ്വാസം, നമുക്ക് ജീവൻ നൽകുന്ന ശ്വാസം അകത്തേക്ക് പോയിട്ട് അവിടെ നിൽക്കുന്ന ഒരു നിമിഷമുണ്ടല്ലോ, ആ നിമിഷമാണ് മൈൻഡ്ഫുൾനെസ്. അത് ഫീൽ ചെയ്യുക. അകത്തേക്ക് വലിക്കുന്ന ശ്വാസം, അത് നമ്മൾ നിർത്തുന്ന ഒരു നിമിഷം നമ്മൾ തിരിച്ചറിയാണ്, ഞാനാണ് ലോകത്തെ ഏറ്റവും സന്തോഷമുള്ള വ്യക്തിയെന്ന്, ഞാനാണ് ലോകത്തെ ഏറ്റവും സമാധാനമുള്ള വ്യക്തിയെന്ന്, ഞാനാണ് ലോകത്തെ ഏറ്റവും ആനന്ദമുള്ള വ്യക്തിയെന്ന്. അപ്പോൾ സന്തോഷപൂർണമായ നിമിഷങ്ങളിലേക്ക് നമ്മെ തന്നെ ഹാഫ് സ്മൈല്, പുഞ്ചിരി എപ്പോഴും ഉണ്ടാകട്ടെ. പുഞ്ചിരി മനോഹരമായി പുഞ്ചിരിക്കൂ. നമ്മളാവുന്നത് പോലെ. ഇവിടെ ആരും ഇതൊന്നും കാണുന്നില്ല, നമ്മൾ മാത്രമാണ് കാണുന്നത്. നമുക്ക് പുഞ്ചിരിക്കാം, വളരെ മനോഹരമായിട്ട് പുഞ്ചിരിക്കാം. നാം തിരിച്ചറിയുകയാണ്, ഒരു പുതിയ തിരിച്ചറിവ് നമ്മിൽ ഉണ്ടാവുകയാണ്. എന്താണ് ശ്രീബുദ്ധൻ? അദ്ദേഹം കണ്ടുപിടിച്ച കൺസെപ്റ്റ് ഇതാണ്. ലോകത്തിൽ ഒത്തിരി കാര്യങ്ങൾ തലയ്ക്ക് മുകളിലൂടെ കടന്നു പോകുന്നുണ്ട്. പക്ഷേ ആ പോകുന്ന കാര്യങ്ങളിലും അത് നമ്മുടെ തലയിൽ കൂട് വെക്കാനായിട്ട് നമ്മൾ അനുവദിക്കരുത്. ഒത്തിരി പക്ഷികൾ തലയ്ക്ക് മുകളിലൂടെ പോകുന്നുണ്ട്, അതിനും നമ്മൾ തലയിൽ കൂട് വെക്കാനായിട്ട് സമ്മതിക്കാറില്ല. നമ്മുടെ ഒത്തിരി ചിന്തകളും നമ്മളിലൂടെ കടന്നു പോകും. പക്ഷേ ഈ നിമിഷത്തിൽ നാം ആയിരിക്കുക, ഈ പ്രസന്റ് നിമിഷത്തിൽ. ഇത് മാത്രമാണ് നമ്മുടെ സ്വന്തം എന്ന തിരിച്ചറിവാണ് നമ്മെ ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റുന്നത്. ഇന്നലെ കുറിച്ച് നാളെ കുറിച്ച് വിചാരപ്പെട്ടിട്ട് എന്താണ് കാര്യമെന്ന് ചോദിക്കുന്നുണ്ട്. നമുക്ക് ലഭിച്ചത് എല്ലാം ഓർക്കുമ്പോൾ നന്ദിയോടെ ദൈവത്തെയും ഈ ലോകത്തെയും പ്രപഞ്ചത്തെയും ആ നന്ദി അർപ്പിക്കാൻ മനുഷ്യൻ സാധിക്കുന്നില്ല എന്ന് അനേകം കവിതകളുണ്ട്. പ്രിയപ്പെട്ടവരെ, നാം ഈ പുതിയ നിമിഷത്തിലാണ് ആയിരിക്കുന്നത്. നമ്മുടെ ശ്വാസത്തെ ശ്രദ്ധിക്കൂ. ആ ശ്വാസത്തിന്റെ തണുപ്പും പുറത്തേക്ക് വന്ന ശ്വാസത്തിന്റെ ചൂട് അനുഭവിച്ചറിയേ. വൃക്ഷം നമ്മെ പഠിപ്പിക്കുന്ന പാഠം അതാണ്. ഞാൻ വളരുകയാണ്. ഞാൻ എന്നിലേക്ക് തിരിയുമ്പോൾ, എന്നെ തന്നെ ഞാൻ മനസ്സിലാക്കുമ്പോൾ ഞാൻ വളരുകയാണ്. നിങ്ങൾ വൃക്ഷം പോലും വളരേണ്ട ആളാണ്. ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ വൃക്ഷമായി തീരേണ്ട ആളുകളാണ് നിങ്ങൾ. അതിന്റെ ശാഖയിൽ അനേക പക്ഷികൾ കൂടുവയ്ക്കണം. അതിന്റെ ഫലം, നിങ്ങളിൽ നിന്നുള്ള ഫലങ്ങൾ അനേകം മനുഷ്യർക്ക് ഗുണകരമാകണം. നമ്മളെല്ലാം ആ രീതിയിൽ മാറണം. അനേകർക്ക് ഗുണകരമാണ്. വെട്ടാൻ വരുന്നവനും പൂ ഇറുക്കാൻ വരുന്നവനും പൂ കൊടുക്കുവാൻ ഇടയായി തരണം. ആ രീതിയിലേക്കുള്ളൊരു വ്യത്യാസം നമ്മിൽ സംഭവിക്കുമ്പോൾ നമ്മൾ മൈൻഡ്ഫുൾനെസ് എന്നത് നമ്മുടെ മൈൻഡിൽ നിന്ന്,
നമ്മുടെ ജീവിതത്തിലേക്ക് നിറയുകയാണ്. അതെന്ത് സംഭവിക്കും? നമ്മുടെ കുടുംബത്തിലേക്കും നിറയാനിടയായിത്തീരും. നമ്മുടെ മക്കളിലേക്കും അത് തിരിച്ചറിവുണ്ടാവും. മോൻ പിന്നെ ഒരിക്കലും പറയില്ല എനിക്ക് മൊബൈലായാൽ മതിയെന്ന്. മോൾ പിന്നെ ഒരിക്കലും പറയില്ല എനിക്ക് TV ആയാൽ മതിയെന്ന്. പിന്നെ എന്ത് അവർ തിരിച്ചറിയും? നാം എന്ന ആ വ്യക്തിത്വം. പ്രിയപ്പെട്ടവരെ, ഇന്നിവിടെ കൂടിയിരിക്കുന്ന നമ്മളാണ് നന്നാവേണ്ടത്. ഒരു ക്ലാസ് എടുക്കാൻ ഒരാള് ഒരു കൊച്ചിനെ കുറിച്ച് അത് പറയാന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്തു എന്നറിയാമോ? കൊച്ചിനോട് ഇതുവരെ സംസാരിച്ചില്ല. സംസാരിച്ചത് ആ കൊച്ചിന്റെ അപ്പനോടും അമ്മയോടാണ്. അവർക്കാണ് മെഡിറ്റേഷൻ കൊടുത്തത്. അവരും ശരിയായി എന്ത് ചെയ്തു? അവർക്ക് ഭയങ്കര കൊച്ചിനോട് സംസാരിക്കാതെ കൊച്ചെങ്ങനെ നന്നായി? ഇത്രയേ ഉള്ളൂ. നമ്മൾ നന്നായാൽ നമുക്ക് ചുറ്റുമുള്ളവർ നന്നാവും. അപ്പം നമ്മളൊരു പുതിയ മാനദണ്ഡത്തിലേക്ക് കടന്നു വരികയാണ്. മൈൻഡ്ഫുൾനെസ് എന്ന പുതിയ മാനദണ്ഡം. നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിയുക. നമ്മളോട് കരുണയോടെ, ആർദ്രതയോടെ, മനസ്സലിവോടെ ഇടപെടുക. നാം നമ്മുടെ കണ്ണുകളെ തുറന്ന് ഒരു പുതിയ വിഷനിലേക്ക് വരികയാണ്. നാളെ നമ്മൾ പ്രഭാതത്തിൽ ഉണരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഒന്നും ചെയ്യണ്ട. കണ്ണു തുറക്കുക. കണ്ണു തുറന്നിട്ട് ആ ശ്വാസത്തെ ഒന്ന് ശ്രദ്ധിക്കുക. മനോഹരമായ ആ ശ്വാസം നൽകിയ ദൈവത്തിന് നന്ദി അർപ്പിക്കുക. ആ ശ്വാസത്തെ ശ്രദ്ധിച്ച് അപ്പൊ എപ്പോൾ നമ്മുടെ മനസ്സ് കാട് കയറാനായിട്ട് തുടങ്ങുന്നോ അപ്പോഴെല്ലാം എന്ത് ചെയ്യണം? സർ ലാസ്റ്റ് നമ്മൾ ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുക. ടൈം ആയോ? ലാസ്റ്റ് 1 മിനിറ്റ് സർ. ഓക്കെ ഗൈസ്, ഞാൻ വളരെ സന്തോഷവാനാണ് നിങ്ങളോട് ഇത്രയും സമയം സംസാരിക്കാൻ കഴിയുമെന്ന് എനിക്ക് തന്നെ അറിയില്ലായിരുന്നു. പക്ഷെ വളരെ സ്നേഹത്തോടെ എന്റെ മുമ്പിൽ നിൽക്കുന്ന നിങ്ങളോട് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ, കുറച്ചല്ല ഒറ്റ കാര്യം, കരുണയോടെ നമ്മൾ നമ്മോട് തന്നെ ഇടപെടുക. അങ്ങനെ നമ്മൾ കൂടുതൽ മൈൻഡ്ഫുൾനെസിന്റെ പുതിയ പാതയിലേക്ക് തിരിയുക. നിങ്ങൾ ഈ ക്ലാസ്സുകൾ ഇനി ആഗ്രഹിക്കുന്നതാണ് എന്ത് ചെയ്യണം? ഫോളോ മീ. എന്റെ വാട്സപ്പ് നമ്പറൊക്കെ ഉണ്ട്, എന്നെ ഫോളോ ചെയ്യുക. ഞാൻ ഉറപ്പായിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതാണ്, നിങ്ങൾക്ക് എല്ലാ ഹെൽപ്പും ചെയ്യുന്നതാണ്. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു. താങ്ക് യു മനു സാർ, താങ്ക് യു. മനു സാർ എപ്പോഴും വ്യത്യസ്തമാണ്. വ്യത്യസ്തമായ പാതയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് വ്യത്യസ്തമായ ചിന്തകൾ നൽകിക്കൊണ്ട് ആളുകളെ ചിന്തിപ്പിക്കാനും ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താനും അങ്ങേക്ക് കഴിയട്ടെ. ഒരുപാട് നന്ദി സർ. താങ്ക് യു വെരി മച്ച്. ചെറിയ സെഷനിൽ ശരിക്കും നന്നായിട്ട് ഒന്ന് ആഴത്തിൽ ചിന്തിപ്പിക്കാൻ അങ്ങേക്ക് കഴിഞ്ഞു, അങ്ങയുടേതായ ഒരു ശൈലിയിലൂടെ. താങ്ക് യു വെരി മച്ച്. അപ്പൊ ഇന്നത്തെ 3 ട്രേഡേഴ്സും വളരെ മനോഹരമായിട്ട് വളരെ നല്ല കുറെ ആശയങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ കുറച്ചെങ്കിലും ആ അറിവിനെ കുറച്ചെങ്കിലും വെളിച്ചമാക്കാൻ നമുക്ക് കഴിയുകയാണെങ്കിൽ മനസ്സാറൊക്കെ പറഞ്ഞ പോലെ കരുണയോടും ആർദ്രമായും സ്നേഹത്തോടും നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ കഴിയും. താങ്ക് യു ആൾ. 3 ട്രേഡേഴ്സിനും ലെമൺ ലൈറ്റിനും ഒക്കെ സ്നേഹവും നന്ദി അറിയിക്കുകയാണ്. ഇനി കുറച്ചു നേരം എല്ലാവർക്കും ഫ്രീ ടൈമാണ്, പരസ്പരം സംസാരിക്കാം. താങ്ക് യു.